പറയൂ. കുറച്ചുകൂടെ ആളുകൾക്ക് വീഡിയോയിൽ വന്ന ഒന്നുകൂടെ എനർജി ആയിരുന്നു. ഗുഡ് മോർണിംഗ് വിജി, ഗുഡ് മോർണിംഗ് ടു ഓൾ. യെസ്, അടിപൊളിയായി പോകുന്നു. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് എത്തിച്ചില്ലേ? ഇന്നത്തെ സെഷനൊക്കെ ആളുകൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. എന്റെ ജീവിതം എന്നെ പഠിപ്പിച്ച പാഠമാണ് ഞാൻ നിങ്ങളോടൊക്കെ പങ്കുവെക്കുന്നത്. എന്റെ ജീവിതം എന്നെ പഠിപ്പിച്ച വലിയൊരു പാഠം, ഒരുപാട് ആളുകളെ ജീവിതത്തെ പഠിപ്പിച്ച പാഠം, ഒരുപാട് ആളുകൾ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു പാഠം, അതാണ് ഇപ്പോൾ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, യെസ്. അപ്പോ വിദ്യാഭ്യാസം, അറിവ് നേടുക ജീവിതത്തിന്റെ ഭാഗമാണ് അല്ലെ? നേരത്തെ റഷീദാമ്മൻ ചോദിച്ചല്ലോ, എന്തിനു വേണ്ടി പഠിക്കുന്നു, നമ്മൾ എന്തിനു വേണ്ടി പഠിക്കുന്നു എന്നതിന്റെ ഉത്തരം എന്താണ്? നിങ്ങൾ എന്തിനു വേണ്ടി പഠിക്കുന്നു, മക്കൾ എന്തിനു വേണ്ടി പഠിക്കുന്നു, നമ്മൾ എന്തിനു വേണ്ടി പഠിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താണ്? നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് ലഭിക്കുന്ന ഉത്തരം എന്താണ്? ഓൾറെഡി ഒരു ഷെയർ ചെയ്തു അല്ലെ? ഓക്കെ, വെരി ഗുഡ്. ഇവിടെ ഷെയർ ചെയ്തു. എന്താണ്? പറയൂ. ജോലിക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടാൻ. അതാണ്, എന്തെങ്കിലും ഒരു ജോലി കിട്ടാൻ. അത് ഗവൺമെന്റ് തലത്തിലാണെങ്കിൽ ഷറായി, സർക്കാർ തസ്തികയിലൊരു പ്യൂണെങ്കിലുമായാൽ അല്ലെ, ഒരു പ്യൂണെങ്കിലുമായി കിട്ടാൻ പഠിക്കുകയാണ്, കോച്ചിങ്ങിന് പോവാണ് നമ്മളെല്ലാവരും. ഭൂരിപക്ഷം ആളുകൾ നിരന്തരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കാണാപ്പാഠം പഠിക്കുകയാണ് അല്ലെ? സോനു, 1920 എന്ത് സംഭവിച്ചു? കാളിദാസന്റെ ജന്മനാട് എവിടെയാണ്? അല്ലേ? ഔറംഗസീബിന്റെ ഭരണപരിഷ്കാരം എന്താണ്? വർഷങ്ങൾ കണ്ണുമുറുക്കി കാണാ പഠിച്ച ആളുകളാണ് നമ്മൾ പല ആൾക്കാർ അല്ലെ? പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോയിന്റുകൾ, ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മേശയ്ക്ക് താഴെ അല്പം ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കാല് അതിൽ ഇറക്കി വെച്ച് പഠിച്ച ആൾക്കാർ ഇതിലുണ്ട് അല്ലേ? ഉണ്ടോ അല്ലേ? ഇടയ്ക്കിടയ്ക്ക് നനഞ്ഞുകൊണ്ടിട്ട് മുഖം ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ണ് തുടച്ചു കൊടുത്ത ആളുകൾ ഇതിലുണ്ടാവും. ഇടയ്ക്ക് ഉറങ്ങിയോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഫാദറോ മദറോ അല്ലെങ്കിൽ നമ്മളെ പ്രത്യേകിച്ച് മദർ അല്ലെങ്കിൽ നമ്മളെ ബന്ധപ്പെട്ട ആളുകൾ നമ്മളെങ്ങനെ ഉണർത്തിക്കൊണ്ടേയിരിക്കും. വായിക്കൂ പഠിക്കൂ, വായിക്കൂ പഠിക്കൂ, വായിക്കൂ പഠിക്കൂ അല്ലെ? പഠിക്കൂ 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 എന്ന് കേട്ടിട്ട് വെറുപ്പ് പിടിച്ച ആളുകളാണ് നമ്മൾ മിക്കവാറും അല്ലെ? സോറി, ഇന്നത്തെ കുട്ടികൾക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യം എന്താ? ഏറ്റവും വെറുപ്പുള്ള വാക്ക് എന്താണ്? ഇന്നത്തെ കുട്ടികൾക്ക് ഏറ്റവും വെറുപ്പുള്ള വാക്ക് പഠിക്കൂ എന്നുള്ളതാണ്. സോറി, പഠിക്കൂ എന്ന് കേൾക്കുന്നത് വെറുപ്പാണ് മക്കൾക്ക് അല്ലെ? എന്താണ് കാരണം? വാട്ട്സ് എ റീസൺ? ഇന്ന് പഠനം ഒരു വലിയ സ്ട്രെസ്സായി മാറിയിരിക്കുകയാണ് അല്ലെ? പഠനം ഒരു സ്ട്രെസ്സായി മാറി. എന്തുകൊണ്ടാണ് പഠനം സ്ട്രെസ്സായി മാറുന്നത്? പഠനം സ്ട്രെസ് ആവുന്നത് എന്തിനാണ് പഠിക്കുന്നത് എന്ന് അറിയാത്തത് കൊണ്ടാണ്. ഞാൻ എന്തിനാണ് പഠിക്കുന്നത്? എന്താണ് ഞാൻ പഠിക്കേണ്ടത്? എന്തിനാണ് ഞാൻ പഠിക്കുന്നത്? ഈ രണ്ട് ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഞാൻ പഠിക്കേണ്ടത്? എന്തിനാണ് ഞാൻ പഠിക്കുന്നത്? എന്ത് എന്നുള്ളത് ഒരു ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ എന്തിന് ഞാനത് പഠിക്കണം? ഈ രണ്ട് ചോദ്യത്തിനും ഉത്തരം നമ്മളിൽ മിക്ക ആളുകൾക്കും, പ്രത്യേകിച്ച് കുട്ടികൾക്കില്ല. ടീച്ചേഴ്സ് ചോദിക്കാറില്ല, എന്തിനാണ് രാവിലെ കെട്ടും കെട്ടി സ്കൂളിലേക്ക് പോയിരുന്നത്? നിങ്ങൾ ചോദിച്ചിരുന്ന മക്കളോട് അല്ലെ, എന്തിനാ നീ ഇത്ര പ്രയാസപ്പെട്ട് സ്കൂളിലേക്ക് പോകുന്നത്, കോളേജിലേക്ക് പോകുന്നത്? എന്തിനാണ്? റൈറ്റ്? ഈ ചോദ്യം ചോദിച്ചിട്ടില്ലേ? യെസ് ഓർ നോ? നമ്മളൊക്കെ ഈ ചോദ്യം ചോദിച്ചിട്ടില്ലേ? എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? എന്തിനു വേണ്ടി ഞാൻ പഠിക്കുന്നു? പലപ്പോഴും നമ്മൾ പഠിക്കുന്നത് നമുക്ക് വേണ്ടിയല്ല,
നമ്മളുടെ ജീവിതത്തിന് വേണ്ടിയല്ല, അറിവിന് വേണ്ടിയല്ല എന്നുള്ളത് ഒരു സത്യമല്ലേ? സ്വർണം. എന്നോട് ഉമ്മ ചോദിച്ചിരുന്നു, എന്തിനാണ് നീ രാവിലെ കെട്ടും കെട്ടി സ്കൂളിലേക്ക് പോകുന്നതെന്ന് ഒരാൾ പറയുന്നു അല്ലെ? ഈ എന്തിന് എന്നതിന് നമുക്ക് ശരിക്കും ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ വരും. വലിയ മാറ്റങ്ങൾ വരും. ഞാൻ എന്ത് പഠിക്കണം, ഞാൻ എന്തിന് പഠിക്കണം, എന്തിന് ഈ ഒരു മേഖലയിൽ ഞാൻ ഉയരണം, വളരണം, പഠിക്കണം, മനസ്സിലാക്കണം, കാര്യങ്ങൾ വിശദമായിട്ട് മനസ്സിലാക്കി എൻ്റെ ലൈഫിന് വേണ്ടിയിട്ട് ഞാൻ പഠിക്കേണ്ടതുണ്ട് എന്നുള്ള ബോധ്യം ഉണ്ടാവുക. പഠനം എങ്ങനെയാണ് നടക്കുന്നത്? എങ്ങനെയാണ് പഠനം നടക്കുന്നത്? പറഞ്ഞോളൂ. പഠനം ഏതെല്ലാം മാർഗങ്ങളിലൂടെ നടക്കുന്നു? പഠനം ഏതെല്ലാം മാർഗങ്ങളിലൂടെ നടക്കുന്നു? സ്കൂളിൽ. പിന്നെ പറയൂ, കുറച്ചാളുകൾ ടൈപ്പ് ചെയ്യും. സാധാരണഗതിയിൽ സ്കൂളില്, കോളേജില്, അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ പോയിട്ട് പഠിക്കുന്നു. ആ ഒരു സ്റ്റൈൽ എന്താണ്? കൂടുതലും റീഡിങ്ങിന് ഫോക്കസ് ചെയ്തുകൊണ്ട്, അല്ലെ? വായനക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പഠനം. പിന്നെ കേൾവിക്ക് നമ്മൾ കേട്ട് പഠിക്കുന്നുണ്ട്, കണ്ടു പഠിക്കുന്നുണ്ട്, അനുഭവിച്ച് പല കാര്യങ്ങളും. ഇപ്പൊ ലേണിംഗ് എക്സ്പീരിയൻസുകളൊക്കെ കോളേജിലും സ്ഥാപനങ്ങളിലും എല്ലായിടത്തും ഉണ്ട്. എന്നാൽ പഠനം അതിന്റെ പ്രായോഗിക രൂപത്തിൽ ഈ വിഷയം ഞാൻ എന്തിനു പഠിക്കുന്നു എന്നതിന്റെ ഉത്തരം കണ്ടെത്താതെ മറ്റാർക്കോ വേണ്ടിയിട്ട്, മറ്റാരോ സെറ്റ് ചെയ്ത ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, മറ്റാരോ പറഞ്ഞു എന്നോട് സയൻസ് എടുക്കാൻ, മറ്റാരോ പറഞ്ഞു കൊമേഴ്സ് എടുക്കാൻ, മറ്റാരോ പറഞ്ഞോട് ഈ വിഷയം എടുക്കാൻ, ഇത് പഠിച്ചാലേ ജീവിതം രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ളതിന്റെ ഒരു പ്രചോദനം എന്നൊരു മോട്ടിവേഷന്റെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിന് വേണ്ടി നമ്മൾ പഠിക്കാൻ മറന്നു പോകുന്നത്. ബേസിക്കലി ഓരോ വ്യക്തിയും യുണീക്കാണ്, അതുല്യ വ്യക്തികളാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തമായുള്ള കഴിവുകളുണ്ട്. ഈ കഴിവുകളെ കണ്ടെത്തി അതിനെ വികസിപ്പിക്കാൻ, അല്ലെ, സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ജീവിതത്തിൽ യഥാർത്ഥത്തിൽ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ ആ ആവശ്യങ്ങൾ നിറവേറ്റാൻ, ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യാൻ, അല്ലെ, ചലഞ്ചസ് വരുമ്പോ, ജീവിതം എന്ന് പറയുന്ന ഒരുപാട് എന്താണ്, ഫേസ് ചെയ്യേണ്ട ഒരുപാട് ചാലഞ്ചസ് ഉണ്ടാകും. ഈ ചാലഞ്ചസിനെ എന്താണ്, കറക്റ്റായിട്ട് അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച്, അല്ലെ, നമുക്ക് സ്വയം മാറാൻ, അഡാപ്റ്റ് ചെയ്യാൻ, മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മാറാൻ, അതിനു വേണ്ട സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ, അതിനുവേണ്ടി നമ്മുടെ എന്താണ്, അറിവ് വർദ്ധിപ്പിക്കാൻ, അതിനുവേണ്ടി നമ്മുടെ എനർജി ലെവൽ ഉയർത്താൻ, അതിനുവേണ്ടി നമ്മുടെ മാനസികമായുള്ള ശക്തി, അല്ലെ, ആത്മധൈര്യം, മനക്കരുത്ത്, കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക. നമുക്ക് പ്രത്യേകിച്ച് നമ്മളെ എന്താണ്, ജീവിക്കാൻ ആവശ്യമുള്ള നല്ല ഇൻകം, വരുമാനം, സ്വർണം. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട പാഠം എന്ന് പറയുന്നത് എന്താണ്? ഞങ്ങള് എങ്ങനെ, അതെ, എങ്ങനെ ജീവിക്കണം എന്ന് പറയുമ്പോൾ ജീവിതത്തിന്റെ ബേസ് എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള വളർച്ചയ്ക്ക്, അതായത് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, എക്സിസ്റ്റൻസ്, എനിക്ക് നിലനിൽക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, പണം ഉണ്ടാക്കാൻ വേണ്ടി, ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെ, സാമ്പത്തികമായി എന്താണ് പണം, എങ്ങനെയാണ് പണം ഉണ്ടാക്കേണ്ടത്, പണം ഉണ്ടാക്കേണ്ട രഹസ്യങ്ങൾ എന്താണ്, എങ്ങനെയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ പഠിക്കണം, അതിന് എന്തെല്ലാം സ്കില്ല് ഞാൻ അച്ചീവ് ചെയ്യണം, ഇങ്ങനെ തുടങ്ങിയിട്ട് സ്വയം ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ നമ്മൾ പ്രാപ്തമാക്കണം. അത് നമ്മൾ നമ്മളോട് ചോദിക്കണം. നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്, എൻ്റെ വളർച്ചയ്ക്ക്, എൻ്റെ ഉയർച്ചയ്ക്ക്, എൻ്റെ കുടുംബത്തിന്റെ വളർച്ചയ്ക്ക്, എൻ്റെ മക്കളെ ഭാവിക്ക് എന്തെല്ലാം എന്തെല്ലാം പഠിക്കണം, എന്തെല്ലാം സ്കില്ല് വർദ്ധിപ്പിച്ചെടുക്കണം, എന്തെല്ലാം കഴിവുകള്. അപ്പൊ എൻ്റെ കഴിവ് എന്താണ്? സ്വയം കഴിവ് കണ്ടെത്താൻ, ആ കണ്ടെത്തിയ കഴിവിനെ വളർത്തിയെടുക്കാൻ, അതിനെ ഇൻകമാക്കി, അതിന് വരുമാനമാക്കി മാറ്റാൻ, അല്ലെ, ഒരു ഭാഗത്ത് സാമ്പത്തികമായുള്ള സുസ്ഥിരത നേടാൻ, ജീവിതത്തിന്റെ അടിസ്ഥാനം നിലനിൽപ്പിന്റെ ഭാഗമാണ്, അല്ലെ, സ്വർണം.
സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിന്റെ നിലനിൽപ്പിന്റെ ഭാഗമാണ്. അടിസ്ഥാനപരമായിട്ട് ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് ഉണ്ടാക്കാൻ, ക്യാഷ് ഉണ്ടാക്കാൻ, പണം ഉണ്ടാക്കാൻ. എന്നാൽ പണം ഉണ്ടാക്കുക എന്നുള്ളതല്ല ലക്ഷ്യം. പണം എന്തിനു വേണ്ടിയിട്ടാണ്? ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. അതേസമയം പണം എന്താ നമ്മൾ അറിയണം. അതുപോലെ മറ്റൊരു വശമാണ് കുടുംബം. നല്ലൊരു ഫാമിലി ലൈഫ് എങ്ങനെ നയിക്കാം നമ്മൾ, അല്ലെ? ഇപ്പൊ കുറെ കൂടി പഠനങ്ങൾ നടക്കുന്നുണ്ട്. ബിഫോർ നമുക്കറിയാം, പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലമാണ്. എഡ്യൂക്കേഷൻ, അല്ലെ? ഫാമിലിയെ കുറിച്ചുള്ള എന്താണ് ഫാമിലി റിലേഷൻഷിപ്പ്, എന്താണ് മാരേജ്, എന്താണ് പാരന്റിങ്, എന്താണ്, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ പഠിച്ച് വന്നിട്ട്. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിലേക്ക് എന്താണ്, നമ്മൾ എത്രത്തോളം നമ്മുടെ ലൈഫിനെ നമ്മൾ സമയം കണ്ടെത്തി നമ്മുടെ ലൈഫ് സക്സസ് ആവാൻ വേണ്ടിയിട്ട് ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് ഉയരാൻ, വളരാൻ എത്രത്തോളം നമ്മൾ അതിനുവേണ്ടി ഇമ്പോർട്ടൻസ് കൊടുക്കും. അതെ, ലൈഫ് ലോങ് ലേണിംഗ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഫോർ ലൈഫ്, എന്താണ്, ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം പഠിക്കണം എന്നുള്ളതിന് നമ്മൾ ആ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് വരിക എന്നുള്ളതാണ്. കേവലം എന്തെങ്കിലും ഒരു കോഴ്സ് എടുക്കുക, മക്കളോട് പറയില്ലേ, ജോലിക്ക് വേണ്ടി പഠിക്കുക, ഇന്നത് പഠിച്ചാൽ നല്ല ജോലി കിട്ടും, അല്ലേ? ഈ ജോലി കിട്ടുന്ന അപ്പുറത്തേക്ക് കേവലം ജോലി കിട്ടലല്ല ജീവിതം. കേവലം എന്തെങ്കിലും വരുമാനം കിട്ടലല്ല, ഏതെങ്കിലും ഒരു സർവീസിൽ കയറലല്ല ജീവിതം. അതിലപ്പുറത്തേക്ക് വിശാലമായ ജീവിതമാണ്. ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോ അതിനെ ഫേസ് ചെയ്യാൻ കുറെ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇതെല്ലാം നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാനും ചിലപ്പോൾ പറ്റിക്കോണമെന്നില്ല. അപ്പോ ഇത്തരം ഒരു വിശാലമായ പഠനം എന്ന് പറയുന്നത് ഇതിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. സ്കൂളിലും കോളേജിലും ഒതുങ്ങി നിൽക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് വിശാലമായ ലോകമുണ്ടെന്ന് ആദ്യം അവയർനെസ് ഉണ്ടാവലാണ്. നമുക്ക് ആ അവയർനെസ് ഉണ്ടാവണം. യെസ് ഓർ നോ? വിശാലമായ ഒരു ലോകമാണ് പഠനം. അത് ലൈഫ് ലോങ് ആണ്, അല്ലെ? പലപ്പോഴും ചോദിക്കാറില്ലേ, ഇത്രയും കാലം പഠിച്ചിട്ട് ജോലി കയറി, ഇനി നീ പഠിക്കുകയാണോ? എന്റെ ജീവിതത്തിൽ ഞാൻ ശരിക്ക് പഠിച്ചത് ജോലി കയറിയതിന് ശേഷമാണെന്ന് ഞാൻ പറയാം. ഡിഗ്രിയും ബി.എഡും PG ഒക്കെ നേടിയിട്ട് സ്കൂളിൽ എങ്ങനെയെങ്കിലും ജോലി കിട്ടാൻ ഒറ്റ ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പഠിച്ച സമയത്ത്. എന്നാൽ ജോലി കിട്ടിയതിന് ശേഷം മനസ്സിലായത്, ജീവിതത്തിൽ ജോലി കിട്ടൽ മാത്രമല്ല പഠനം. ജീവിക്കാൻ പഠിച്ചിട്ടില്ല. ഒരു പ്രശ്നം വരുമ്പോ അതിനെ ഫേസ് ചെയ്യാൻ പഠിച്ചിട്ടില്ല. ഒരു സാമ്പത്തിക പ്രയാസം വരുമ്പോ അതിനെ മീറ്റ് ചെയ്യാൻ, സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കണം, ഫാമിലിയിലെ പ്രശ്നം വരുമ്പോ അതിനെ എങ്ങനെ പരിഹരിക്കണം ഞാൻ പഠിച്ചിട്ടില്ല. ബന്ധങ്ങളിൽ പ്രശ്നം വരും, അത് എങ്ങനെ മാനേജ് ചെയ്യാൻ പഠിച്ചിട്ടില്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ. എനിക്ക് അറിയില്ല, അറിവില്ല, അതിനെക്കുറിച്ച് അവബോധമില്ല, എന്ത് ചെയ്യണമെന്ന് യാതൊരു ധാരണയുമില്ല. അതിന്റെ അർത്ഥം സ്കൂളിലോ കോളേജിലോ നമ്മൾ പഠിച്ചതിൽ ഒതുങ്ങി നിൽക്കുക, അല്ലെങ്കിൽ അതൊരു ജോലി കിട്ടുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. A+B² പഠിച്ചത് കൊണ്ട് ജീവിതം പഠിക്കുന്നില്ല. ജീവിതത്തിലെ പ്രായോഗിക പാഠങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത് എത്ര കാലം പഠിക്കണം, എത്രത്തോളം പഠിക്കണം, എവിടെ നിന്ന് പഠിക്കണം, ഞാൻ എത്രത്തോളം പഠിക്കാൻ പറ്റും അത്രത്തോളം പഠിക്കണം. എവിടെ നിന്നൊക്കെ പഠിക്കാൻ പറ്റും അത്രത്തോളം, അവിടെ നിന്നൊക്കെ പഠിക്കണം. എങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റും അങ്ങനെയൊക്കെ പഠിക്കണം. ദിസ് ഈസ് ലൈഫ് ലോങ് ലേണിംഗ്. ഇതിന്റെ പേരാണ് ലൈഫ് ലോങ് ലേണിംഗ്. ജീവിതമുടനീളം നമ്മൾ പഠിക്കാൻ തയ്യാറാവണം. അത് കേവലം പുസ്തകങ്ങൾക്ക് അപ്പുറത്തേക്ക് അനുഭവങ്ങൾ നമ്മൾ പഠിക്കും. പക്ഷെ അനുഭവങ്ങളിൽ പഠിക്കുമ്പോൾ എന്താണ്, പലപ്പോഴും ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മളുടെ അനുഭവങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് പലപ്പോഴും. പക്ഷേ നമ്മുടെ അനുഭവങ്ങളിലെല്ലാം നമ്മൾ പഠിക്കണമെന്ന് എന്താണ്, നമ്മൾ വാശി പിടിച്ചു കഴിഞ്ഞാൽ, എല്ലാം എക്സ്പീരിയൻസ് നമ്മൾ തന്നെ പഠിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ്, നമ്മൾ അബദ്ധങ്ങൾ പെട്ടുപോകും. ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ, അതായത് സക്സസ്ഫുൾ ആയുള്ള ജീവിതത്തിൽ വിജയിച്ച ആളുകളിൽ നിന്ന് നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. അത്തരം അറിവുകൾ ഒരുപാട് കിട്ടാനുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഒരുപാട് നല്ല നല്ല വായനകൾ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അത്തരം ആളുകളായിട്ട് നല്ല റിലേഷൻ ബിൽഡ് ചെയ്യേണ്ടതുണ്ട്. അത്തരം അവസരങ്ങളും സാഹചര്യങ്ങളും നമുക്ക് കൂടുതൽ കണ്ടെത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി ഒരു മൈൻഡ് സെറ്റ് തന്നെ ബിൽഡ് ചെയ്യണം. അതാണ് എന്താണ്, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്സിന് വേണ്ടിയിട്ട് പഠിക്കണം, അല്ലെ? ജീവിതത്തിൽ എന്തിനു പഠിക്കണം? ജീവിതം അതിന്റെ പൂർണ്ണതയിൽ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി പഠിക്കണം, അല്ലെ? ജീവിതം അതിന്റെ പൂർണ്ണതയിൽ ഹാപ്പി ആയിട്ട് എങ്ങനെ ജീവിക്കണം എന്ന് നമ്മൾ പഠിക്കണം. അതാണ് ജീവിതത്തിന്റെ ഫുൾഫിൽമെന്റ്, അല്ലെ? ഈ മഹത്തായ സൗഭാഗ്യം, ജീവിതം എന്ന മഹത്തായ സൗഭാഗ്യം, ജന്മം, ഈ ലോകത്ത് നമ്മൾ ജനിച്ചു, ഇത്രകാലം മനോഹരമായിട്ട് നമ്മൾ ജീവിക്കുന്നു, അല്ലെ? ഈ ഒരു ജീവിതത്തെ
ബെറ്റർ ആക്കാൻ, മെച്ചപ്പെടുത്തിയെടുക്കാൻ, ഇംപ്രൂവ് ചെയ്യാൻ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണം? കോൺസ്റ്റന്റ്ലി, സ്ഥിരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഇപ്പൊ ക്ലാസ്സിൽ വരുന്നു, മോർണിംഗ് ക്ലാസ്സിൽ വരുന്നു, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലേണിംഗ്. നോട്ട് എഴുതിയെടുക്കുന്നു, പറയുന്ന പുസ്തകങ്ങൾ വായിക്കുന്നു, പഠിച്ച കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു. ഇതെല്ലാം പഠിച്ചിട്ട് നമ്മുടെ പേഴ്സണൽ ഫുൾഫിൽമെന്റ്, നമ്മളെല്ലാവരും ഒരു കാര്യം തേടിക്കൊണ്ടിരിക്കുന്നത്. അതെന്താ നിങ്ങള്? നമ്മളെല്ലാവരും ഒരു കാര്യം തേടിക്കൊണ്ടിരിക്കുന്നത് എന്താണ് കാര്യം? ഫുൾഫിൽമെന്റ്, പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, അല്ലെ സ്വർണ്ണോ? നമ്മൾ വ്യക്തിപരമായിട്ട് ഇതിനു മുന്നേ നമ്മൾ സംസാരിച്ച് ഫുൾഫിൽമെന്റ് എങ്ങനെ നേടിയെടുക്കാമെന്ന്, അല്ലെ? വ്യക്തിപരമായിട്ട് നമ്മളുടെ ഒരു ആത്മസംതൃപ്തി ഉണ്ട്, സന്തോഷമുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആഗ്രഹിക്കുന്ന ഒരു സുഖം, അല്ലെ ഒരു മാനസികമായ സംതൃപ്തി, ഒരു നിറവ്, ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ എൻ്റെ ലൈഫിൽ പൂർത്തീകരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സമാധാനവും സന്തോഷവും ആത്മസംതൃപ്തിയും ഉണ്ട്. അങ്ങനെ ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, ജീവിതത്തെ ആ നിറവ്, അല്ലെ? ജീവിതത്തെ ആ നിറവുണ്ടാവുക. ജീവിതത്തിൽ എപ്പോഴും നമ്മൾ പറഞ്ഞ എന്താണ്? ഒരു കുറവിനെ കുറിച്ചാണ്. അതില്ല, ഇതില്ല. നമ്മൾ പലപ്പോഴും കേട്ടതാണ് കുറേ കാര്യങ്ങൾ ഇത് നേടേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടത്, അതിൽ സംശയമൊന്നുമില്ല. എന്നാൽ എൻ്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ ഞാൻ തേടിക്കൊണ്ടിരിക്കുന്നതിന്റെ ആ സോഴ്സ് അതെന്റെ ഉള്ളിലുണ്ട്. ആ പൂർണ്ണത എൻ്റെ ഉള്ളിലുണ്ട്. അതെ, സെൽഫിലുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്. ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെയുള്ള ആ പൂർണ്ണതയെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പഠിക്കുന്നത്. ഒന്നാമത്തെ ഇതാണ്, എന്തിനു വേണ്ടി പഠിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഉള്ളിലുള്ള പൂർണ്ണതയെ കണ്ടെത്താൻ, എന്താ പൂർണ്ണത? എനിക്ക് പൂർണ്ണമായുള്ള സംതൃപ്തിയും സമാധാനവും സന്തോഷമുള്ള ജീവിതം, അത് നേടിയെടുക്കാൻ എന്നെ സഹായിക്കുന്ന, ആത്മസംതൃപ്തിയുള്ള ജീവിതം നേടിയെടുക്കാൻ എന്നെ സഹായിക്കുന്ന കാര്യങ്ങൾ എന്താണ്? അത് നമ്മൾ പഠിച്ചിരിക്കണം. അത് സമ്പത്ത് നേടുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ഫാമിലിയിലെ ഗോളുകളായിരിക്കാം, അല്ലെങ്കിൽ ചില ജോലികൾ നമ്മൾ ചെയ്യുന്നതായിരിക്കാം, ചില ബിസിനസ്സുകൾ നമ്മൾ വളർത്തിയെടുക്കുന്നതായിരിക്കാം. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് വല്ലാത്ത സംതൃപ്തിയും സന്തോഷവും തോന്നാറില്ലേ? എല്ലാവർക്കും ഉണ്ട്. ഉള്ളിന്റെ ഉള്ളിൽ നമ്മുടെ എല്ലാവരുടെയും സോള്, നമ്മൾ ആത്മാവ് തേടിക്കൊണ്ടിരിക്കുന്ന കാര്യം ചെയ്താൽ കുറേ കാര്യങ്ങളെ കർമ്മമാണ് ലൈഫിന്റെ എന്താണ് പ്രധാനപ്പെട്ട ഒരു നിയോഗം എന്നതാണ്. നമുക്ക് എല്ലാവർക്കും നിയോഗങ്ങൾ, ചില കർമ്മങ്ങൾ ചെയ്യാൻ, ചില ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ നമ്മളെ കൊണ്ട് ഒരുപാട് ആളുകളുടെ ലൈഫിൽ വലിയ എന്താണ് കോൺട്രിബ്യൂഷൻ, സംഭാവനകൾ നൽകാൻ നമുക്ക് മാത്രം കഴിവുള്ള ചില മേഖലയുണ്ടാവും, യുനീക്കായുള്ള. അത് ഒരുപാട് ആളുകളുടെ ലൈഫിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ, ഒരുപാട് ആളുകൾ സഹായിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് ആളുകളുടെ ജീവിതത്തില് മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞാൽ, ഒരുപാട് ആളുകൾ ഇപ്പൊ ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ, അല്ലെ? എനിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില അതുല്യമായുള്ള യുനീക്കായുള്ള ചില കഴിവുകളുണ്ട്. അതിനെ കണ്ടെത്താൻ വേണ്ടി പഠിക്കണം, അതിന് കണ്ടെത്തണം. എന്നിട്ട് അത് ആളുകൾക്ക് അതിന്റെ മാക്സിമം യൂട്ടിലൈസേഷൻ, കഴിവിനെ കണ്ടെത്തുക മാത്രമല്ല, ആ കഴിവിനെ മാക്സിമം ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിന്റെ ആ ഫുൾഫിൽമെന്റ്, പേഴ്സണലി നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു നിറവിലേക്ക്, ആ പൂർണ്ണതയിലേക്ക്, ആ സംതൃപ്തിയിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ പഠിക്കണം. ഇല്ല, പലപ്പോഴും നമ്മൾ എന്താ വിചാരിച്ചു, എനിക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ, ഇത്രയൊക്കെ കഴിവുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളാണ് ഭൂരിപക്ഷവും. എനിക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ, എനിക്ക് ഇത്രയൊക്കെ കഴിവുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളാണ്. ഞാനും എന്റെ ശബ്ദം കേൾക്കുന്ന സ്ത്രീകളൊക്കെ, ഞാനും വീട്ടിലിങ്ങനെ ഹൗസ് വൈഫായിട്ട് ഇങ്ങനെ ജീവിക്കല്ലേ എന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും. ഞാനൊക്കെ ഇനി എന്ത് ചെയ്യാനാ, ഞാനൊക്കെ ഇനി എന്ത് ഗോൾ സെറ്റ് ചെയ്യാനോ എന്ന് വിചാരിക്കും. സ്വർണം, ഞാനൊക്കെ ഇനി എന്ത് വലിയ കാര്യങ്ങൾ ചിന്തിക്കാനോ, എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ പോവല്ലേ, ഞാൻ ഇങ്ങനെയൊക്കെ പോയിക്കോട്ടെ സാറേ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഹാപ്പിയാണോ? ഓക്കെ, ഇറ്റ്സ് ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ എന്റെ ജീവിതം ഇതൊന്നും അല്ല, എനിക്ക് കുറെ കാര്യങ്ങൾ നേടാനുണ്ട് എന്നുള്ള ഒരു സംഭവല്ലേ, അത് പറ്റുന്നില്ല എന്നുള്ള വേദന ഉള്ളിന്റെ ഉള്ളിലില്ലേ? ആ വേദനയെ ഒന്ന് കുത്തി ഇളക്കുന്നത് നല്ലതാണ്. എന്തിന്? ആ വേദന എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ നേടാനുണ്ട്, നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ചില വേദനകളുണ്ട് ഉള്ളിൽ ഇങ്ങനെ, അല്ലേ? എന്റെ ലൈഫിൽ ഞാൻ അത് അച്ചീവ് ചെയ്തിരുന്നെങ്കിൽ, അത് സപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ഉള്ളിന്റെ ഉള്ളിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ നേടാനുണ്ടെന്നും അത് നേടാൻ പറ്റിയില്ലല്ലോ
കാലം കഴിഞ്ഞു പോയല്ലോ, അവസരങ്ങൾ കഴിഞ്ഞു പോയല്ലോ, നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള വേദന ഉള്ളിന്റെ ഉള്ളിൽ. എന്റെ ശബ്ദം കേൾക്കുന്ന ആളുകൾക്കില്ലേ? സ്വർണോ എന്തോ ഒരു വേദന എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. സത്യമല്ലേ? സ്വർണോ ഈ വേദന നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് നിങ്ങൾ ആ വേദന തേടുന്നത് എന്തോ ഒരു ലക്ഷ്യപൂർത്തീകരണമാണ്. നിങ്ങൾ എന്തോ ഒരു കാര്യം നേടാനുണ്ട്, നേടാത്തതിന്റെ വേദനയാണ്. അതെല്ലാ മനുഷ്യരുടെ ഉള്ളിലും അങ്ങനെ ഒരു വേദനയുണ്ട്. എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് ഒരു വിരഹവേദന എന്ന് പറയും അല്ലെ? വിരഹവേദന, എന്തോ നഷ്ടപ്പെട്ട വേദന, എന്തോ കിട്ടണം, അതില്ലല്ലോ, ഇതില്ലല്ലോ, ആ വേദന. ഈ വേദനയെ പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതാണ്. ഇതിന് നെഗറ്റീവായിട്ട് കാണുന്ന ആളുകളാണ് ജീവിതത്തിൽ തകരുക. ഇതിന് നമുക്ക് പോസിറ്റീവായിട്ട് കാണാൻ പറ്റും. എങ്ങനെ? ഉള്ളിലെ വേദനയെ എനിക്ക് എന്തോ നേടാനുള്ളതാണ്, എന്റെ ജീവിതത്തിൽ ഞാൻ സപ്രസ് ചെയ്ത് വെച്ച, ഒതുക്കി വെച്ച കുറെ കാര്യങ്ങളുണ്ട്, ഞാൻ കഴിയില്ല, എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒതുക്കി വെച്ച കുറെ കാര്യങ്ങളുണ്ട്. അത് പറ്റാത്തത് കൊണ്ട് അതിൻ്റെതായുള്ള ഒരു വേദന ഉള്ളിലുണ്ട്. അത് മനസ്സിലാക്കുക. അപ്പൊ ആ വേദന പുഷ് ചെയ്തെടുക്കണം പുറത്തോട്ട്. ആ വേദന മാറ്റിയേ പറ്റൂ. ഡ്രൈവിംഗ് ഫോഴ്സ് ആണ്. അത് ഞാൻ നേടിയേ പറ്റൂ, അത് ചെയ്തേ പറ്റൂ, അങ്ങനെ ആക്ഷൻ എടുത്തേ പറ്റൂ, എനിക്ക് നേടിയ. അപ്പൊ അത് നേടണം. അപ്പൊ എന്റെ ഉള്ളിൽ ആ വേദനയുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വലിയ രഹസ്യമുണ്ട്, ഒരു വലിയ കഴിവുണ്ട്. ആ കഴിവിനെ കണ്ടെത്തണ്ടേ? സ്വർണോ ആ കഴിവിനെ കണ്ടെത്തണം. നിങ്ങളുടെ ഉള്ളിലുള്ള വേദനയുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയൊരു കഴിവുണ്ട്. ശരിക്കും മനസ്സിലാക്കിക്കോട്ടോ. കുറെ ആളുകൾ കഴിവില്ല എന്ന് പറഞ്ഞ് എന്താണ് വിചാരിക്കുക. ഞാനും വിചാരിച്ചിരുന്നു ഇതേപോലെ സൂമിലൊന്ന് ക്ലാസ് എടുക്കാൻ എനിക്ക് കഴിവില്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ എങ്ങനെ കഴിവ് വന്നത്? അങ്ങോട്ട് ചെയ്യുക എന്നുള്ളതാണ്. കഴിവ് പിന്നെ വരും അല്ലെ? ആ ആക്ഷൻ എടുത്തുകൊണ്ട് അതിന് ആ വേദനക്ക് പരിഹാരം. എന്താണ് എൻ്റെ ഉള്ളിൽ തേടുന്നത്? എൻ്റെ ഉള്ളിൽ നിരന്തരമായി തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ തേടുന്നത് നമ്മൾ കണ്ടെത്തണം. അത് കണ്ടെത്താൻ വേണ്ടി അതാണ് സെൽഫിനെ പഠിക്കുക. നമ്മൾ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട്, ലുക്ക് ഇൻസൈഡ്, അകത്തോട്ട് ഇറങ്ങിച്ചെന്നുകൊണ്ട് എൻ്റെ ഉള്ളിലുള്ള കഴിവിനെ കണ്ടെത്തി, ആ പൊട്ടൻഷ്യലിനെ കണ്ടെത്തി പ്രായോഗികമായിട്ട് ഞാൻ ആക്ഷൻ എടുക്കേണ്ടതുണ്ട്. അതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം പറയുന്നത്. അതിന് പേര് നമ്മൾ പല പേരും പറയും അല്ലെ? പാഷൻ കണ്ടെത്തുക എന്ന് പറയും, പാഷൻ. അഭിരുചി കണ്ടെത്തുക എന്ന് പറയും, കഴിവുകളെ കണ്ടെത്താൻ, യുനീക്കായുള്ള നമ്മളെ ടാലന്റ് കണ്ടെത്തുക എന്ന് പറയും. പല പേരിലും അത് പറയും അല്ലെ? പല പേരിലും അത് പറയും. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പുഷ് ഔട്ട് ചെയ്തെടുത്തുകൊണ്ട് ആക്ഷനിലേക്ക് വരിക. അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യണം? നമ്മള് വീണ്ടും പഠിക്കണം. വീണ്ടും എന്ത് ചെയ്യാം? എന്താണ് നമ്മൾ അകത്തോട്ട് നോക്കാൻ പഠിക്കണം. മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടും നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടും നമ്മളെ സ്വയം കണ്ടെത്താൻ കഴിയുന്ന അത്തരം പഠനങ്ങൾ നടത്തിക്കൊണ്ടും അത്തരം വായനകൾ നടത്തിക്കൊണ്ടും എവിടുന്ന് കിട്ടും? സ്വയം ചോദിക്കണം. ഇതിന് എങ്ങനെ എന്ത് പഠിക്കാം? എന്താണ് ഇതിന്റെ സാധ്യത? എങ്ങനെ പഠിക്കാൻ പറ്റും? എവിടുന്ന് അറിവ് കിട്ടും? എങ്ങനെ? സ്വയം ചോദിക്കുമ്പോൾ അതിന് ബേസിക് ആയുള്ള അറിവ്, അതിന് കഴിവുണ്ടെന്നുള്ള ആ ബോധ്യം അത് ഉള്ളിൽ തന്നെ വരും. അത് ഉള്ളിൽ നിന്ന് വരുമ്പോൾ അതിന്റെ സാഹചര്യങ്ങൾ നിങ്ങൾ തേടി വരും. അത്തരം വ്യക്തികൾ നിങ്ങളിലേക്ക് വരും. അത്തരം വ്യക്തികൾ നിങ്ങളുമായി അട്രാക്ട് ചെയ്യും. അത്തരം പുസ്തകങ്ങൾ നിങ്ങൾ കാണും. അത്തരം സാഹചര്യങ്ങളിലേക്ക് വരും. ഇങ്ങനെയല്ലേ നമ്മൾ ക്ലാസ്സുകളിലേക്ക് എത്തിയത്? നമ്മൾ ക്ലാസ്സുകളിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ചോദ്യം ഉണ്ടായിരുന്നു അല്ലെ? എന്തുകൊണ്ടാണ് നിങ്ങൾ മോർണിംഗ് ക്ലാസ്സിൽ എത്തിയത്? ജീവിതത്തിൽ നിങ്ങൾ ഇങ്ങനെ തേടിക്കൊണ്ട് എവിടുന്ന് സൊല്യൂഷൻ, എവിടുന്നാണ് എന്റെ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ, എവിടുന്ന് എനിക്ക് സൊല്യൂഷൻ കിട്ടും, എവിടുന്ന് ഒരു പരിഹാരം കിട്ടുന്ന നിരന്തരമായി ചോദിച്ച് അന്വേഷിച്ച് എങ്ങനെയൊക്കെയോ ആരൊക്കെയോ വഴി കണക്റ്റായി, ലിങ്ക് കണക്റ്റായി ഇവിടെ വന്നവരല്ലേ? അപ്പൊ നിരന്തരമായുള്ള അന്വേഷണമാണ് പഠനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ടൂൾ എന്ന് പറയുന്നത്. നിരന്തരമായിട്ട് അന്വേഷിക്കുക, ആ അന്വേഷണം നിർത്താതിരിക്കുക, നിരന്തരമായിട്ട് അന്വേഷിക്കുക, നിർത്താതെ, കണ്ടിന്യൂസ് ആയിട്ട്, തുടർച്ചയായിട്ട് അല്ലെ? ഒരിക്കലും ആവേശം ചോരാതെ ഓരോ ദിവസവും ആവേശം കൂടിക്കൊണ്ടേയിരിക്കണം. നമ്മളെ കുറിച്ച് പഠിക്കാൻ, കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ, മനസ്സിലാക്കിയെടുക്കാൻ അല്ലെ? ഈ മനസ്സിലാക്കിയെടുത്ത് പ്രാക്ടിക്കലി എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുക അതും പഠിക്കണം.
പഠിച്ച കാര്യങ്ങൾ എങ്ങനെ പ്രായോഗികമായിട്ട് നടപ്പിലാക്കാം അതും പഠിക്കണം. എന്നിട്ട് അത് നടപ്പിലാക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കണം. നമ്മുടെ മൈൻഡ് സെറ്റ് മാറണം. നമ്മുടെ മക്കളോട് പറയുന്ന രീതികൾ മാറണം. ജോലിക്ക് വേണ്ടി പഠിക്കാന്ന് മേലിൽ പറയാൻ പാടില്ല എന്നാണ് ഞാൻ പറയാറുള്ളത്. ഒരാളോടും ജോലിക്ക് വേണ്ടി പഠിക്കുക, ബിസിനസ്സിന് വേണ്ടി പഠിക്കുക എന്നും പറയരുത്. ജോലിക്ക് വേണ്ടി പഠിക്കാൻ, അറിവിന് വേണ്ടി പഠിക്കുക, കഴിവ് വളർത്താൻ വേണ്ടി പഠിക്കുക. എന്റെ ഉത്തരം അല്ലെ, എന്തിനു വേണ്ടി പഠിക്കണം എന്നൊരു ഉത്തരം ഞാൻ പറയുന്നത്, ഒന്നാമതായി പഠിക്കേണ്ടത് അറിവിന് വേണ്ടിയിട്ട്, രണ്ടാമതായി പഠിക്കേണ്ടത് കഴിവുകൾ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. നോളജ്, സ്കിൽ, ആറ്റിറ്റ്യൂഡ്, 3 കാര്യങ്ങൾ. ശ്രദ്ധിക്കുക കേട്ടോ. എന്തിനു വേണ്ടി പഠിക്കണം? ആസ്ക് ഞാൻ പറയുന്നത്. ഉത്തരം എന്തൊക്കെയാണ്? ആസ്ക്, ആറ്റിറ്റ്യൂഡ്, എ ഫോർ ആറ്റിറ്റ്യൂഡ്, നമ്മളെ സമീപന രീതി വളർത്തിയെടുക്കാൻ. ആസ്ക്, ആറ്റിറ്റ്യൂഡ് അല്ലെ, നമ്മളെ മൈൻഡ് സെറ്റ്. ആറ്റിറ്റ്യൂഡ് എന്തൊക്കെ വരുമ്പോൾ ടോട്ടലി നമ്മളെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്തെടുക്കാൻ, ജീവിതത്തോട് പോസിറ്റീവായ മനോഭാവം വളർത്തിയെടുക്കാൻ അല്ലെ, നല്ല രീതിയിൽ ആളുകളുടെ അപ്രോച്ച്, സോഷ്യൽ സ്കില്ല് വളർത്തിയെടുക്കാൻ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളർത്തിയെടുക്കാൻ. സ്കില്ല് അല്ലെ, അതാണ് ആറ്റിറ്റ്യൂഡ്. ദെൻ സ്കില്ല്, എസ് സ്കില്ല്, എ ഫോർ ആറ്റിറ്റ്യൂഡ്. ഒന്ന് ടൈപ്പ് ചെയ്യൂ, ആരെങ്കിലൊക്കെ ചാറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യൂ കേട്ടോ. ഈ 3 കാര്യങ്ങളൊക്കെ പഠിക്കേണ്ട കേട്ടോ, ശരിക്കും മനസ്സിലാക്കാൻ. ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കാൻ, പോസിറ്റീവായുള്ള സമീപന രീതി വളർത്തിയെടുക്കാൻ, സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറാൻ പഠിക്കാൻ, ഒരവസരം കിട്ടുമ്പോൾ അതിന് ഉപയോഗിക്കാൻ പഠിക്കാൻ, ഒരു വേദി കിട്ടുമ്പോൾ കയറി സംസാരിക്കാനുള്ള കോൺഫിഡൻസ് വളർത്തിയെടുക്കാൻ, ഒരവസരം കിട്ടുമ്പോ അതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, അതിനെങ്ങനെ ഉപയോഗപ്പെടുത്തണം, അതിനു വേണ്ടി പഠിക്കണോ. ആറ്റിറ്റ്യൂഡ്, പോസിറ്റീവായുള്ള ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കാൻ പഠിക്കണം അല്ലേ. അവസരം കിട്ടുമ്പോ ഉപയോഗിക്കാൻ പഠിക്കണം. എന്നാൽ അവസരത്തിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഒരു അവസരം വരെ ഉപയോഗിക്കണമെങ്കിൽ അതിന്റെ സ്കില്ല് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഇയാൾ അവസരം കിട്ടിയാൽ മാത്രമല്ല, അവസരം ഉപയോഗിക്കാനുള്ള സ്കില്ല് നമ്മുടെ കയ്യിൽ വേണം. എനിക്ക് ക്ലാസ് എടുക്കാനുള്ള അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഒരു അവസരം പോലെ മിസ്സാക്കില്ലായിരുന്നു ഞാൻ. അറിയോ നിങ്ങൾക്ക്? ഒരിക്കലും പ്രിപ്പയർഡ് അല്ലെങ്കിൽ പോലും എന്താണോ എനിക്ക് അറിയുന്നത് പോയിട്ട് കാച്ചിരിക്കും. മനസ്സിലായോ? എന്റെ സ്വഭാവം അതായിരുന്നു. എന്നോട് ചോദിക്കൂ, ക്ലാസ് എടുക്കില്ലേ, ആരെങ്കിലും ഒന്ന് ക്ലാസ് എടുക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ഐ ആം റെഡി എന്ന് പറയാൻ അറ്റ് എനി ടൈം. രാവിലെ 9 മുതൽ വൈകുന്നേരം 5 മണി വരെ സ്കൂളിൽ ജോലി ചെയ്തതിനു ശേഷം ഈവനിങ് ചോദിക്കേണ്ടത്, നൈറ്റ് ഒരു സ്ഥലത്ത് ഒരു പ്രോഗ്രാം ഉണ്ട്, അവിടെ ഒരു ട്രെയിനർ വന്നിട്ടില്ല, നീ ക്ലാസ് എടുക്കാൻ തയ്യാറാണോ? യെസ് ഐ ആം റെഡി എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം എനിക്ക് ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഓർക്കുകയാണ്. ഞാൻ എന്നെ കുറിച്ച് വലുതായി പറയില്ല കേട്ടോ, പക്ഷെ എൻ്റെ ഒരു ഫീൽ ചെയ്യാൻ പറയാം. യെസ്. അപ്പോൾ അപ്പോഴാണ് ഇന്ന് എന്ത് പഠിപ്പിക്കണം എന്ന് ഞാൻ നോക്കുന്നത് തന്നെ. പക്ഷെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, നമ്മൾ പഠിച്ചെടുത്ത കാര്യങ്ങൾ എന്തായാലും ഉപകരിക്കുന്ന രീതിയിൽ അത് പ്രസന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുത്തു. ആറ്റിറ്റ്യൂഡ് അല്ലെ, ബാക്കി വന്നോളും അല്ലെ. കഴിവുകളെ കുറിച്ച് പറയുന്നതാണ്. എന്താ കഴിവ്? എങ്ങനെയാ പറഞ്ഞത്? ലക്ഷ്യം തീവ്രമാണെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള കഴിവുകൾ ഓട്ടോമാറ്റിക്കായി നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ പറ്റും. മനസ്സിലായോ? ലക്ഷ്യം തീവ്രമാണെങ്കിൽ, എനിക്ക് കഴിവില്ലല്ലോ അങ്ങോട്ടെത്താൻ, അല്ല, അങ്ങനെ ഒരാളും പൂർണ്ണമായി കഴിവ് ഡെവലപ്പ് ചെയ്തിട്ട് എത്തിയവരല്ല. പിന്നെ ആ ഡെസ്റ്റിനേഷൻ, ആ ഒരു ലക്ഷ്യസ്ഥാനം വ്യക്തമായിരുന്നു. ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനുള്ള കഴിവ് ഓട്ടോമാറ്റിക്കലി, ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെന്ന് തീവ്രമായുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ആ കഴിവ് വളർത്തിയെടുക്കാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഉള്ളിലുള്ള അപാരമായുള്ള കഴിവ് പുറത്തോട്ട് വരും. യെസ് ഓർ നോ? യെസ് ഓർ നോ? നീന്താൻ അല്ലല്ലോ വെള്ളത്തിൽ ഇറങ്ങല്ലേ. വെള്ളത്തിൽ ഇറങ്ങ എങ്ങനെയാണ്? വെള്ളത്തിൽ കൊണ്ടുപോയിടും അല്ലേ. പഠിച്ചിട്ട് വെള്ളത്തിറങ്ങാൻ പറ്റും? അത് ഇറങ്ങിയിട്ട് തന്നെ പഠിക്കണം. കഴിവുണ്ടായിട്ട് ഞാൻ നീന്താൻ പഠിച്ചിട്ട് നീന്താം, അങ്ങനെ നീന്തലില്ല. അത് വെള്ളത്തിൽ ഇറങ്ങിയേ പഠിക്കുള്ളൂ. അത് ഇറങ്ങുക എന്നിട്ട് കുറെ അല്ലേ, എങ്ങനെയാണത്? ആ കഴിവ് ഡെവലപ്പ് ചെയ്യല് വെള്ളത്തിൽ കൊണ്ട് ഇട്ടാലേ പഠിക്കുള്ളൂ. ആ സാഹചര്യത്തിലാണ് കഴിവ് പഠിക്കുക. എല്ലാ കഴിവും ഉണ്ടായിട്ട് എല്ലാം പഠിച്ചിട്ട് നിങ്ങൾക്ക് തുടങ്ങാൻ കഴിയില്ല. കുറെ ആളുകളുടെ ബ്ലോക്ക് ഞാൻ പറഞ്ഞുതരാം. എല്ലാം റെഡി ആവട്ടെ, എല്ലാം ശരിയാവട്ടെ, തിരയടങ്ങാൻ കാത്തിരിക്കുകയാണ് ബോട്ട് ഇറക്കാൻ വേണ്ടിയിട്ട്. തിര ഒരിക്കലും അടങ്ങിയില്ല.
കപ്പലിറക്കാൻ തിരയടങ്ങാൻ കാത്തിരിക്കാണ്. സാഹചര്യങ്ങൾ ശരിയല്ല സാർ, ടൈം ശരിയല്ല, സമയം ശരിയല്ല, അല്ലേ അല്ലേ? സമയം ശരിയല്ലല്ലോ, സാഹചര്യം ശരിയല്ല സാറേ, എന്റെ ഭർത്താവ് തീരെ ശരിയല്ല, അല്ലെ, എന്റെ ഭാര്യ ശരി, മക്കൾക്ക് ചെറിയ കുട്ടികളുണ്ട്, ആ ചെറിയ കുട്ടികളുണ്ട്, പിന്നെന്താ പറയുക, എനിക്ക് വലിയ കുട്ടികളുണ്ട്, പിന്നെ അതാ എന്നെ പഠിപ്പിക്കണ്ടേ അടുത്തത്, ചെറിയ കുട്ടികളുണ്ട് വലിയ കുട്ടികളുണ്ട്, എനിക്ക് സാമ്പത്തികമല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തുടങ്ങിയിട്ട് മുടന്ത ന്യായങ്ങളായിട്ട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീവ്രമായുള്ള ആ ലക്ഷ്യത്തിലേക്ക് എത്തണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളിലില്ല എന്നുള്ളതാണ്. ആഗ്രഹമുണ്ടെങ്കിൽ, തീവ്രമായുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ നിങ്ങളുടെ സ്കില്ല് വളർത്തിയെടുക്കുക, ഓട്ടോമാറ്റിക്കലി ആ സ്കില്ല് വളർത്തിയെടുക്കാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ മുന്നിൽ വരും, നിങ്ങൾക്കത് നിങ്ങൾ ചെയ്തിരിക്കും. അതാണ് ബിഗിൻ വിത്ത് എൻഡ് ഇൻ മൈൻഡ്. ആ എൻഡ് റിസൾട്ട് കാണുക, ഫൈനലി ഞാൻ എവിടെ എത്തിച്ചേരണം, എൻഡ് റിസൾട്ട് കാണുക, ഞാൻ അവിടെ എത്തിച്ചേർന്നിരിക്കും, അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ പഠിക്കണം എന്ന് ഞാൻ കണ്ടെത്തിയിരിക്കും. അതിനു വേണ്ടിയാണ് പഠിക്കേണ്ടത്. തീവ്രമായുള്ള ഒരു ലക്ഷ്യം സെറ്റ് ചെയ്യാൻ പഠിക്കണം. ശരിക്കും മനസ്സിലാക്കുക എന്താ പഠിക്കേണ്ടത് ജീവിതത്തില്? നിങ്ങളുടെ ഗോൾ, തീവ്രമായുള്ള ലൈഫ്, നിങ്ങളുടെ പേർപ്പസ് കണ്ടെത്തണം, ലക്ഷ്യം കണ്ടെത്തണം, ജീവിത നിയോഗം കണ്ടെത്തണം. എന്റെ ഒരു നിയോഗം ഞാൻ മനസ്സിലാക്കുന്നത് ഇതേപോലെ ഇന്ന് സംസാരിക്കലാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ സംസാരത്തിലൂടെ ഒരുപാട് ആളുകൾ ലൈഫിൽ ശക്തമായുള്ള പോസിറ്റീവായുള്ള മാറ്റം വരുത്താൻ കഴിയും എന്ന് എനിക്ക് അറിവുണ്ടായി. എങ്ങനെ അറിവുണ്ടായത്? നിരന്തരമായിട്ട് പഠിപ്പിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ സംസാരത്തിന് വലിയ ഇമ്പാക്ട് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ പിന്നെ അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ്. അപ്പോ വെറുതെ എന്തെങ്കിലും സംസാരിച്ചാൽ പോരാ, കുറെ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ കുറെ കാര്യങ്ങൾ പഠിക്കേണ്ടത്, ആ തീവ്രമായുള്ള ഗോള്. അപ്പൊ ഈ സംസാരത്തിലൂടെ എവിടെ വരെ എത്തണം? ഇന്റർനാഷണൽ ഗോളാണ് സെറ്റ് ചെയ്തത്, ഇന്റർനാഷണൽ ഗോളാണ്. അതെ, അതിലൂടെ എത്ര ഇന്റർനാഷണൽ ട്രെയിനർ എന്ന വലിയൊരു ലക്ഷ്യം കൊണ്ട് സെറ്റ് ചെയ്തു. 2016 സെറ്റ് ചെയ്ത ഇന്റർനാഷണൽ ട്രെയിനർ എന്ന വലിയൊരു ലക്ഷ്യം കൊണ്ട് സെറ്റ് ചെയ്തു. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ പഠിക്കണോ അത് മുഴുവനും പഠിക്കുക എന്നായി. അപ്പൊ അതിനുവേണ്ടി ലൈഫ് ലോങ് ലേണിംഗ്, ജീവിതം മുഴുവൻ അതിനുവേണ്ടി പഠിക്കാൻ എന്തൊക്കെ കോഴ്സ് പഠിക്കണം, അവിടെയൊക്കെ പോവുക, എത്രത്തോളം അതിന് ആഴത്തിൽ റിസർച്ച് നടത്തുക, എത്രത്തോളം അതിലേക്ക് നമ്മൾ സമർപ്പിക്കണം, എത്രത്തോളം സമർപ്പിക്കുക, അതിനുവേണ്ടി എന്തെല്ലാം റിസോഴ്സുകൾ കണ്ടെത്തണോ അതൊക്കെ കണ്ടെത്തുക. ഓക്കെ, ചിലവ് സപ്പോർട്ട് ലഭിച്ചില്ലെങ്കിലും, മറ്റുള്ള ആളുകളുടെ സപ്പോർട്ട് ലഭിച്ചു, സാമ്പത്തികം തടസ്സമായിരിക്കാം, ഫാമിലി തടസ്സമായിരിക്കാം, പല കാര്യങ്ങളും തടസ്സമായിരിക്കാം. ഈ തടസ്സങ്ങളാകുന്നത് ലക്ഷ്യങ്ങൾക്ക് തീവ്രത കുറയുമ്പോഴാണ്. ലക്ഷ്യങ്ങൾ തീവ്രമാണെങ്കിൽ തടസ്സങ്ങൾ, വലിയ മല, മഞ്ഞുമല ഉരുകിപ്പോകുന്ന പോലെ ഉരുകിപ്പോകും, അത് ഉരുകിപ്പോകും. നിങ്ങളുടെ മുന്നിൽ ആ ഓപ്പണിങ് നിങ്ങൾ കാണും, ആ വെളിച്ചം നിങ്ങൾ കാണും, ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മനസ്സിലാകും. അതെ, അതാണ് ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കുക എന്ന് പറയുന്നത്. പഠനത്തോട് പോസിറ്റീവായ ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കുക. അപ്പോ നമ്മൾ പഠിക്കേണ്ടത് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കാൻ. ശരിക്കും മനസ്സിലാക്കണേ, നമ്മളെ പോസിറ്റീവായുള്ള ആറ്റിറ്റ്യൂഡ്, സമീപന രീതി, സമീപന രീതി വളർത്തിയെടുക്കാൻ, ആളുകളോട് അപ്രോച്ച് ചെയ്യുന്ന രീതി. അപ്പൊ അതിൽ ഒരുപാട് കാര്യങ്ങൾ ആറ്റിറ്റ്യൂഡിന് വേണ്ടിയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മുടെ ഡ്രസ്സിങ് അടക്കം, നമ്മുടെ സംസാര രീതി അടക്കം, നമ്മുടെ പെരുമാറ്റ രീതികൾ, അല്ലെ, നമ്മുടെ പ്രൊഫഷണലിസം, നമ്മുടെ ഭാഷകൾ പഠിക്കാനുള്ള നമ്മുടെ മനസ്സ്, ഓരോ കാര്യങ്ങളും എന്തൊക്കെ അതിൽ പഠിച്ചെടുക്കണോ അതൊക്കെ പഠിച്ചെടുക്കാനുള്ള പോസിറ്റീവായുള്ള പഠനത്തോടുള്ള പോസിറ്റീവായുള്ള ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കാൻ വീണ്ടും 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 പഠിക്കണം, അല്ലെ. അതേപോലെ എന്താണ് സ്കില്ല് വളർത്തിയെടുക്കാൻ, കഴിവിനെ കണ്ടെത്തി സംസാരിക്കുക എന്നുള്ള എന്റെ കഴിവാണെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എങ്ങനെ നിങ്ങൾക്ക് ഇതിന്റെ ടോപ്പിലേക്ക്, ഇതിനെ മാക്സിമം പഠിച്ചെടുക്കാൻ, എന്താണ് വളർത്തിയെടുക്കാൻ ഞാൻ എന്തെല്ലാം പഠിക്കണം, സ്കില്ല് വളർത്തിയെടുക്കാൻ, അല്ലെ. അതാണ് നോളജ്, കെ ഫോർ നോളജ്, അറിവ് വർദ്ധിപ്പിച്ചെടുക്കാൻ, നോളജ് വർദ്ധിപ്പിച്ചെടുക്കാൻ, അല്ലെ. നോളജിന് വേണ്ടി പഠിക്കുക, ജോലിക്ക് വേണ്ടിയല്ല പഠിക്കേണ്ടത്, ബിസിനസ്സിന് വേണ്ടിയല്ല പഠിക്കേണ്ടത്, അറിവിന് വേണ്ടിയിട്ട്, കഴിവ് വികസിക്കാൻ വേണ്ടിയിട്ട്, പോസിറ്റീവായ ആറ്റിറ്റ്യൂഡ് വർദ്ധിപ്പിച്ച്, ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പോലും ആഗ്രഹിക്കാത്ത ജോലി, നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വളർച്ച നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ തേടി വരും. നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ, നല്ല സ്കിൽഡ് ആണെങ്കിൽ, നല്ല നോളജും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് രക്ഷപ്പെടും. ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ പറയൂ? ഈ 3 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, ഈ 3 കാര്യം ആറ്റിറ്റ്യൂഡ്, നോളജ്, സ്കില്ല്,
ആസ്ക്, പഠിച്ചിരിക്കാം. ഞാൻ എൻ്റെ അല്ലെ ആളുകളായിട്ട് നിരന്തരമായ ആ നെറ്റ്വർക്കിംഗ്, കണക്ഷൻസ് ബിൽഡ് ചെയ്യാനുള്ള ആറ്റിറ്റ്യൂഡ്, എല്ലാവരെയും ആ പോസിറ്റീവായുള്ള സമീപന രീതിയിൽ സംസാരിക്കാനും കാണാനും പെരുമാറാനും ഇടപഴകാനും അല്ലെ ബന്ധങ്ങൾ വളർത്തിയെടുക്കാനുള്ള ഒരു പോസിറ്റീവായുള്ള സമീപന രീതി വളർത്തിയെടുക്കാൻ ഞാൻ എന്തെല്ലാം അറിയേണ്ടതുണ്ട്, എന്തെല്ലാം പഠിക്കേണ്ടതുണ്ട്. കഴിവുകൾ വികസിപ്പിച്ചെടുക്കാൻ ഞാൻ എന്തെല്ലാം പഠിക്കേണ്ടതുണ്ട്. എൻ്റെ നോളജ്, എൻ്റെ അറിവിനെ ഉയർത്തിയെടുക്കാൻ ഞാൻ എന്തെല്ലാം മേഖലയിൽ കടന്നു പോകേണ്ടതുണ്ട്. ഇത് മൂന്നും ഉണ്ടായാൽ ഒരാളുടെ ലൈഫ് രക്ഷപ്പെടുന്നേ. ഒരാളുടെ ലൈഫ് രക്ഷപ്പെടും. ഇതെല്ലാം ഫൈനലി നമുക്ക് ഉണ്ടാകുന്ന കാര്യം ഫുൾഫിൽമെന്റ് ആണ്, ഒരു ആത്മസംതൃപ്തി. അതിലൂടെ നമുക്ക് ഉണ്ടാകുന്ന പ്രൊഫഷണൽ അഡ്വാൻസ്മെന്റ് അല്ലെ, നമ്മൾ ഏത് മേഖലയിലാണുള്ളത് അതിൽ നമ്മൾ ഒരുപാട് കുതിച്ച് മുന്നോട്ട് പോകും എന്നുള്ളതാണ് അല്ലെ. അവിടെ അഡാപ്റ്റബിലിറ്റി, ഏത് സാഹചര്യമായിട്ടും പൊരുത്തപ്പെടാനുള്ള കഴിവോടെ നേടിയെടുക്കും. അത് ആറ്റിറ്റ്യൂഡ് പ്രത്യേകത. ഏത് സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയും. പലപ്പോഴും പല ആളും പ്രശ്നം എന്താണ്, സാഹചര്യങ്ങൾ മാറുമ്പോഴാണോ അല്ലെ. കൊറോണക്ക് മുന്നേ വരെ ഭയങ്കര ബിസിനസ് ചെയ്ത ആളുകൾ കൊറോണ എന്നുള്ള സാഹചര്യം വന്നപ്പോ 90% ബിസിനസ്സുകൾ വലിയ വമ്പൻ പ്രതിസന്ധിയിലേക്ക് പോയി. എന്നാൽ കുറഞ്ഞ ആളുകൾ അതിനെ യൂട്ടിലൈസ് ചെയ്തു, അതിന് മുതലെടുത്തു എന്നുള്ളതാണ്. നമ്മുടെ കയ്യിൽ പെട്ടതാണ്. കൊറോണ എന്ന അവസരത്തെ ഇതേപോലെ സൂമിൽ വന്നിട്ട് ക്ലാസ് എടുത്ത് മുതലെടുത്തത് കൊണ്ടാണ് നമ്മുടെ ലൈഫ് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തത്. അവിടെ ആറ്റിറ്റ്യൂഡാണ്. കുറെ ആളുകൾ ട്രെയിനിങ് പ്രോഗ്രാമൊക്കെ നിർത്തി. അറിയോ നിങ്ങൾക്ക്, എന്നെ പോലെ ക്ലാസ് എടുക്കുന്ന കുറെ ആളുകൾ എന്ത് സംഭവിച്ചു, ക്ലാസ് എടുക്കാൻ അവസരമില്ലാതെയപ്പോ 1-2 വർഷം എവിടെയും പോകാതെ വീട്ടിൽ ചടഞ്ഞിരുന്നു. ഞാനും ആദ്യത്തിൽ അങ്ങനെ ഇരുന്ന എനിക്ക് മനസ്സിലായി, ഈ ഇരുത്തം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇരിക്കലേ ഉണ്ടാവുള്ളൂ, വേറൊരു മാറ്റം ഉണ്ടാവില്ല. കുറച്ചൊക്കെ ആളുകൾ ഞാൻ കണ്ടു ഓൺലൈനിൽ വന്ന് ക്ലാസ് എടുത്ത് നല്ല ക്യാഷ് ഉണ്ടാക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ആഹാ, എനിക്കും അങ്ങനെ പറ്റുമോ, ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്, പരീക്ഷ നോക്കിയതാണ്, അത് വലിയ സക്സസ് ആയി. കൊറോണ എനിക്ക് നൽകിയത് വലിയൊരു സമ്മാനമായിരുന്നു. ഞാൻ പറയുന്നത് ആറ്റിറ്റ്യൂഡാണത്. ഇപ്പൊ ഇന്നലെ പോലും എന്റെ സുഹൃത്ത് പറയാ, എന്റെ മക്കളെ ചേർക്കാൻ വേണ്ടി സ്കൂളിൽ ചെന്നപ്പോ അവിടുത്തെ പ്രിൻസിപ്പൾ എന്നെ കണ്ടപ്പോ ഭയങ്കര റെസ്പെക്ട് ചെയ്യും. ഞാൻ നിങ്ങൾ ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്ന ആളാണ്, എന്നെ കണ്ടപ്പോൾ എണീറ്റ് നിന്ന് കണ്ട് ഹഗ് ചെയ്തു. ഞാൻ ചോദിച്ചാൽ അതെ, ഞാൻ നിങ്ങൾ കുറെ ആയിട്ട് വീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ 2 കൊല്ലം മുന്നേ, കൊറോണക്ക് മുന്നേ ഉള്ള നിങ്ങളും പിന്നെയുള്ള ശേഷമുള്ള നിങ്ങളും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് കേട്ടോ. നിങ്ങളുടെ ആ ഒരു മാറ്റം എന്റെ മുന്നിലൂടെ ഞാൻ കണ്ടതാണ്. റെസ്പെക്ട് ചെയ്തോട് സംസാരിക്കും. ഇന്നലെ എനിക്ക് എന്റെ മക്കളെ ചേർക്കാൻ വേണ്ടി പോയപ്പോ അവിടെ സ്കൂൾ പ്രിൻസിപ്പൾ എന്നോട് സംസാരിച്ച കാര്യം ഞാൻ പറയുന്നത് ഇതേപോലെ ഒരുപാട് ആളുകളെ എന്താണ് നമുക്ക് ഫീഡ്ബാക്ക് ലഭിക്കുന്ന ഒരു സത്യം, ആ കൊറോണ എന്നുള്ള സാഹചര്യത്തെ എങ്ങനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം എന്നുള്ള ഒരു സമീപന രീതി അല്ലെ. ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, ശരിക്കും മനസ്സിലാക്കുക. ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കേവലം പ്രശ്നങ്ങളല്ല, അത് അവസരങ്ങളാണ്. ഓരോ പ്രശ്നത്തിന് പിന്നിലും അവസരങ്ങളുണ്ട്. എന്താണ് എവറി ഡിഫിക്കൽട്ടീസ് അല്ലെ, ബിഹൈൻഡ് എവറി ഡിഫിക്കൽട്ടീസ് എന്തുണ്ട്, there are possibilities behind every difficulties. എല്ലാ ഡിഫിക്കൽട്ടീസിന്റെ പിന്നിൽ ഒന്നുണ്ട്, there are so many opportunities, so many possibilities. ഇപ്പൊ നിങ്ങൾ പറയുന്ന പ്രയാസങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥ പ്രയാസങ്ങളല്ല, നിങ്ങൾക്ക് നിങ്ങളെ കണ്ടെത്താനുള്ള അവസരങ്ങളാണ്. എന്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാലത്തുണ്ടായ എന്നെ കരയിപ്പിച്ച അനുഭവങ്ങളുണ്ട്. ഇന്ന് അതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്, ഭയങ്കര ചിരി വരും ഇരുന്നിട്ട്. കാരണം എന്താ അറിയോ, അന്ന് അങ്ങനെ പ്രയാസം അനുഭവിച്ചത് കൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ ഇരിക്കുന്നത്. കാരണം അന്ന് ഞാൻ അത് അവസരമായി കാണാത്തത് കൊണ്ട് അല്പം സങ്കടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് അവസരമായിരുന്നു എന്ന് ജീവിതത്തിൽ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാവുന്നു, അത് വലിയ അവസരമായിരുന്നു. എന്റെ മുന്നിൽ എനിക്ക് വന്ന അവസരം, നിങ്ങളെ മുന്നിൽ വരുന്ന ഓരോ പ്രശ്നങ്ങളെയും അവസരങ്ങളായിട്ട് കാണാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യണം. മനസ്സിലായോ? നിങ്ങളെ മുന്നിൽ വരുന്ന ഓരോ പ്രശ്നങ്ങളെയും അവസരങ്ങളായി കാണാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അതാണ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാന്ന് പറയുന്നത്. അതിനു വേണ്ടി പഠിക്കണം. അതെങ്ങനെ നമുക്ക് അവസരങ്ങളായി, വീണത് വിദ്യയാക്കാൻ എങ്ങനെ പറ്റും, വീണത് വിദ്യയാക്കലേ എങ്ങനെ പറ്റും എന്ന് പഠിക്കുക. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, സോഷ്യലി എൻഗേജ്ഡ് ആവണം അല്ലെ. എന്താണ്, നമ്മൾ വ്യത്യസ്തമായ കൾച്ചർ, വ്യത്യസ്തമായ സ്വഭാവക്കാർ, പല ആളുകളും പല കൾച്ചറും പല സ്വഭാവങ്ങളും പല
ഇങ്ങനെ ഒരുപാട് ആളുകളായിട്ട് ഇടപഴകി നമ്മൾ പഠിക്കുമ്പോൾ സോഷ്യലി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യാൻ പറ്റും. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? സൊസൈറ്റിയിൽ നിന്ന് ആ ലൈവ് എക്സ്പീരിയൻസ് നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ പറ്റും. ഒരു ഭാഗത്ത് വായനയും പഠനവും, നല്ല വായന വേണം, റിസർച്ച് വേണം, കാര്യങ്ങളൊക്കെ വേണം. മറുഭാഗത്ത് ഇത്തരം പ്രോഗ്രാമുകൾ, ട്രെയിനിങ് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യണം. പോരാ, ഇത്തരം കമ്മ്യൂണിറ്റികൾ എവിടെയുണ്ടോ, അപ്പൊ നമ്മുടെ ഒരു EFT കമ്മ്യൂണിറ്റി, ഇത്തരം കമ്മ്യൂണിറ്റികൾ എവിടെയുണ്ടോ, ഇത്തരം അവസരങ്ങൾ എവിടെയുണ്ടോ, അവിടെയൊക്കെ നമ്മൾ പോയിട്ട് എൻഗേജ്ഡ് ആവണം. എൻഗേജ്ഡ് ആവുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു ഇനിയും ലൈവ് എക്സ്പീരിയൻസുകൾ കിട്ടാണ്, ജീവിതത്തിൽ ഇതുവരെ കിട്ടാത്ത കുറെ അനുഭവങ്ങൾ കിട്ടാനുണ്ട്, ഇതുവരെ മനസ്സിലാക്കാത്ത കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. സോഷ്യലി എൻഗേജ്ഡ് ആവണം, അല്ലെ? കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റണം. നമ്മളത് സ്വയം പ്രൊമോട്ട് ചെയ്യണം. എനിക്ക് എന്നെ കൂടുതൽ എന്ത് ചെയ്യണം? എൻഗേജ്ഡ് ആക്കണം, കൂടുതൽ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യണം, പല ആളുകളിൽ നിന്ന് കൂടി പഠിക്കണം, പ്രത്യേകിച്ച് വിജയിച്ച ആളുകളിൽ നിന്ന് പഠിക്കണം. നമ്മൾ കൂടുതൽ കണക്റ്റഡ് ആവേണ്ടത് നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും നേടിയ ആളുകളുമായിട്ട് എങ്ങനെയൊക്കെ കൂടുതൽ കണക്റ്റഡ് ആവാം, സക്സസ്ഫുൾ ആയ ആളുകൾ കൂടെ എങ്ങനെ ചേരാം. അല്ല, നമ്മളെ കൂടെ തന്നെ പരാജയപ്പെട്ട ആളുകളെ കൂടെ കൂടിയിട്ട് അവസാനം വെള്ളത്തിൽ ചാടിയിട്ട് മുങ്ങാൻ പോകുമ്പോൾ കൂടെ രക്ഷപ്പെടാൻ നോക്കുമ്പോൾ രണ്ടാളും ഒരുമിച്ച് മുങ്ങുന്നത് പോലെ ഉണ്ടാകും. ആ രണ്ടാളും മുങ്ങിപ്പോകൂലേ? പലപ്പോഴും സംഭവിക്കുന്നത് അങ്ങനെയല്ലേ? എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? വിജയിക്കാൻ വേണ്ടിയിട്ട് വിജയിച്ച ആളുകൾ എവിടെയുണ്ടോ, സക്സസ് കാണിച്ച, പ്രായോഗികമായി സക്സസ് കാണിച്ചെന്ന ആളുകളുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ സക്സസ് കാണിച്ചാണ് നമ്മൾ പല ആളുകൾ സംസാരിക്കുന്നത്, അല്ലേ? ഞാൻ നിങ്ങളെ മുന്നിൽ പറയുന്നത് സക്സസ് സ്റ്റോറിയാണ്, അനുഭവത്തിലൂടെയുള്ള സക്സസ് സ്റ്റോറിയാണ് ഞാൻ പറയുന്നത്. ആ സക്സസ് സ്റ്റോറി നിങ്ങൾക്ക് അറിയണമോ? ആ സക്സസ് സ്റ്റോറിയെ കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയണോ, പഠിക്കണോ, താല്പര്യമുണ്ടോ? യെസ് ഓർ നോ? സക്സസ് സ്റ്റോറികൾ കുറെ കാര്യങ്ങൾ ഞാൻ പലതും നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് സക്സസ് സ്റ്റോറീസ്, അല്ലെ, സക്സസ് സ്റ്റോറിയെ ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങളോട് പറയാനുള്ളത്, ബി ദ പാർട്ട് ഓഫ് ദിസ് കമ്മ്യൂണിറ്റി. ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് ചേരുക, അല്ലെ? എവിടേക്ക് ഇതന്നെ ആവണമെന്നില്ല കേട്ടോ, എപ്പോഴും പറയണ്ടേ, അല്ലെ? കൂടുതൽ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ പഠിക്കുന്നു, പ്രായോഗികമായിട്ട് അവസരങ്ങൾ കിട്ടുമ്പോൾ എൻഗേജ്മെന്റ്, അല്ലെ? നമുക്ക് വ്യത്യസ്തമുള്ള റോളുകളിലൂടെ പഠിക്കുന്നു. ഇപ്പൊ നിങ്ങൾ പാരന്റ് ആയിരിക്കും, ഫാദർ ആയിരിക്കും, മദർ ആയിരിക്കും, അതിലപ്പുറത്തേക്ക് ഒരു സോഷ്യൽ ലീഡർ ആയിട്ട്, അല്ലെ, ഒരു സോഷ്യൽ ഓൺട്രപ്രണർ ആയിട്ട്, എന്തെങ്കിലും ഒരു, അല്ലെ, അവസരങ്ങൾ കിട്ടുമ്പോൾ അവസരങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രായോഗികമായിട്ട് അത് ചെയ്തു പഠിക്കാനുള്ള, എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു എന്താണ്, അതിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിൽ വേണം. അപ്പൊ ഡെലിബറേറ്റ്ലി അതിന് നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് എൻ്റെ ലൈഫിൽ എനിക്ക് മാറണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവണം. അപ്പൊ സോഷ്യലി എൻഗേജ്ഡ് ആയിട്ട് വ്യത്യസ്തമായ ആളുകൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചുകൊണ്ട്, അല്ലെ, വലിയൊരു ലക്ഷ്യമല്ലേ ഇത്, നമുക്ക് എന്ത് ചെയ്യണം? ജീവിതത്തിൽ ഒരു ബിഗ് തിങ്കിങ് മൈൻഡ് സെറ്റ് തന്നെ ബിൽഡ് ചെയ്യണം. എങ്ങനെയൊക്കെ ഒരു ബിഗ് തിങ്കിങ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാം? അത്ര വിശാലമായി ചിന്തിക്കാൻ കഴിയുന്നത്. എൻ്റെ മനസ്സ് വളരെ ചെറുതാണ്, മനസ്സ് ചെറുതായത് കൊണ്ടാണ് ഇപ്പൊ ഞാൻ ചെറുതായി ചിന്തിക്കുന്നത്. അപ്പൊ എനിക്ക് വലുതായി ചിന്തിക്കണം, അല്ലെ? വലുതായി ചിന്തിക്കാൻ ചില ആളുകൾക്ക് വലിയ സ്ട്രെസ്സാണ്. വലുതായി ചിന്തിക്കുന്നതിന് യാതൊരു മുടക്കം നമുക്കില്ല, പക്ഷേ ആക്ഷൻസ് ചെറുതായി എടുത്താൽ മതി, അത്രേ ഉള്ളൂ. വലുതായി ചിന്തിക്കുക, വലുതായി ചിന്തിക്കാനുള്ള മൈൻഡ് സെറ്റ് എങ്ങനെ ബിൽഡ് ചെയ്യാം? നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, വലുതായി ചിന്തിക്കാനുള്ള മൈൻഡ് സെറ്റ് എങ്ങനെ ബിൽഡ് ചെയ്യാം? അതിനുവേണ്ടി സ്മോൾ സ്റ്റെപ്സ് എങ്ങനെ എടുക്കാം, എങ്ങനെ പാഷൻ കണ്ടെത്താം, എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? സക്സസിലേക്ക് നടന്ന് മുന്നോട്ട് പോകാം. നമ്മൾ എന്ത് ചെയ്യണം? നിരന്തരമായിട്ട് നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട്, സെൽഫായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കുക, അല്ലെ? എങ്ങനെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കുക? അത് സ്റ്റെപ്സ്, ചെറിയ സ്റ്റെപ്പുകളാണെങ്കിലും, പഠിച്ച കാര്യങ്ങൾ ചെറുതാണെങ്കിലും ഓരോ സ്റ്റെപ്പുകൾ എടുത്തുകൊണ്ട് കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കുക. ആത്മവിശ്വാസത്തിന് കരുത്തിലായിരിക്കും ഓരോ നിമിഷം മുന്നോട്ട്, അല്ലെ? യെസ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ലൈഫിനെ നമ്മൾ എന്ത് ചെയ്യണം? സമർപ്പിക്കണം. അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണം. കൂടുതൽ പഠനം അവസാനിക്കുന്നില്ല, തുടർച്ചയായിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കണം. ആവശ്യമുള്ളത് എല്ലാം പഠിക്കണമെന്നില്ല കേട്ടോ. അത് പറയുമ്പോൾ ആൾക്കാർ എല്ലാം പഠിക്കില്ല. നമുക്ക് ആവശ്യമുള്ളത് എല്ലാം പഠിക്കേണ്ട ആവശ്യം നമുക്കില്ല. നമ്മുടെ മേഖലയെ ബന്ധപ്പെട്ടുണ്ട്, അല്ലെ? എനിക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയെ കുറിച്ച് അധികം അറിയില്ല. കാരണം എന്താ? അത് എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, അല്ലേ, അതെനിക്ക് അറിയേണ്ട കാര്യങ്ങൾ അവരോട് ചോദിച്ചാൽ മതി, അല്ലെ?
പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് നമ്മളെ മേഖലയെ ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ എങ്ങനെ പഠിക്കണം. എന്നാൽ ഇത് കൂടുതൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള മേഖല കൂടുതൽ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതും കൂടെ പഠിക്കാനുള്ള മൈൻഡ് സെറ്റ്, ആ ആഗ്രഹമുണ്ട്, അത് ആവശ്യമുണ്ട് തോന്നുകയാണെങ്കിൽ അതും കൂടെ പഠിക്കാനുള്ള മൈൻഡ് സെറ്റ് എത്രയും അതെ നമ്മൾ മൈൻഡിൽ അത്രയും എക്സ്പാൻഡ് ചെയ്യണം അല്ലെ. എക്സ്പാൻഡ് ദ ഹൊറൈസൺ ഓഫ് നോളജ്. നോളജിന്റെ വലിയ ചക്രവാളം അതിങ്ങനെ വളർത്തിയെടുത്ത് നമ്മുടെ ഉള്ളിൽ ആ വെളിച്ചം, അതെ അറിവ് നൽകുന്ന വെളിച്ചം എന്താണ്? ആ സുഖം, ആ സന്തോഷം അല്ലെ. ലൈഫിനൊരു ക്ലാരിറ്റി, എങ്ങനെ പോകണം, ലൈഫ് ഇങ്ങനെയാണ് ആസ്വദിക്കാൻ പറ്റുക, ഹാപ്പി ആകാൻ അല്ലെ. എന്തിനു പഠിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ നോളജും സ്കില്ലും ആറ്റിറ്റ്യൂഡും ഒക്കെ ഡെവലപ്പ് ചെയ്താൽ അതിലൂടെ കിട്ടുന്ന സംഭവം ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പഠിക്കുക എന്നതാണ്. യെസ്, ഹാപ്പിനെസ് ആണ്, സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തിയും സന്തോഷമുള്ള ജീവിതമാണ് അല്ലെ. സംതൃപ്തിയും സന്തോഷവും സമാധാനമുള്ള ജീവിതം. മക്കൾ എന്താ പഠിപ്പിക്കേണ്ടത്? മക്കളെ ഇംഗ്ലീഷും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും അല്ല പഠിപ്പിക്കേണ്ടത്. ആദ്യം പഠിപ്പിക്കേണ്ടത് എഡ്യൂക്കേറ്റ് യുവർ ചൈൽഡ് ടു ബി ഹാപ്പി ഫസ്റ്റ് അല്ലെ. നമ്മൾ എന്താണ് ആദ്യം പഠിക്കേണ്ടത്? ശരിക്കും മനസ്സിലാക്കുക. നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എനിക്ക് എന്നെ ഹാപ്പി ആക്കാം എന്നുള്ളതാണ്. ശരിക്കും മനസ്സിലാക്കുക. എനിക്ക് എന്റെ ജീവിതത്തെ എങ്ങനെ ഹാപ്പി ആക്കാം, അതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. മക്കളെ എങ്ങനെ ഹാപ്പി ആക്കാം. ഭർത്താക്കന്മാർ ചിന്തിക്കേണ്ടത് ഭാര്യ എങ്ങനെ ഹാപ്പി ആക്കാം, ഭാര്യമാര് ചിന്തിക്കേണ്ടത് ഭർത്താവിനെ എങ്ങനെ ഹാപ്പി ആക്കാം, മക്കളെങ്ങനെ ഹാപ്പി ആക്കാം. പക്ഷെ അതുപോലെ സെൽഫിനെ എങ്ങനെ ഹാപ്പി ആക്കാം, ഇതെല്ലാം വേണം. മറ്റുള്ളവരെ ഹാപ്പി ആക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ആദ്യം നമ്മളെ സ്വയം ഹാപ്പി ആക്കാൻ പഠിക്കണം. അതാണ്, മനസ്സിലായില്ലേ? സ്വയം ഹാപ്പി ആക്കാൻ പഠിക്കണം. അപ്പൊ സ്വയം ഹാപ്പി ആക്കാൻ ഉള്ളിൽ കുറെ വേദനകളും പ്രയാസങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ട്. ശരിയാണ്. കുറെ വിഷമങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോ അതിനെ നമ്മൾ ഉൾക്കൊള്ളാൻ, അതിനെ ആക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. പോരാ, അത് നമ്മൾ ക്ലിയർ ഹീല് ചെയ്യാൻ പഠിക്കണം. എന്താ ഹീല് ചെയ്യാന്ന് പറഞ്ഞാല് അതിനെ സുഖപ്പെടുത്തിയെടുക്കാൻ പഠിക്കണം. അത്തരം ഇമോഷണൽ ബ്ലോക്കുകളെ ഹീൽ ചെയ്തെടുക്കാൻ പഠിക്കണം. ലോകത്ത് ഒരുപാട് ടെക്നിക്കുകൾ ഉണ്ട് നമ്മളെ തന്നെ ക്ലിയർ ചെയ്യാൻ. സൈക്കോളജിക്കൽ മെത്തേഡ്സ് ഉണ്ട്. മനഃശാസ്ത്രം പഠിക്കണം. നമ്മൾ ഏറ്റവും പഠിക്കേണ്ടത് മനഃശാസ്ത്രമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മനഃശാസ്ത്രത്തിൽ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള മൈൻഡ് ബോഡി കണക്ഷന്റെ വലിയൊരു ലോകമുണ്ട്. മനസ്സും ശരീരം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ചിന്തകളും വികാരങ്ങളും വിചാരങ്ങളും നമ്മുടെ ബയോ കെമിക്കൽ ചേഞ്ചസ് എങ്ങനെ ഉണ്ടാക്കും, നമ്മുടെ ചിന്തകളുടെ രോഗങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു, ചിന്തകളുടെ ആരോഗ്യം എങ്ങനെ ഉണ്ടാകുന്നു, ചിന്തകളുടെ പണം എങ്ങനെ ഉണ്ടാകുന്നു, ചിന്തകളിലൂടെ ബിസിനസ് എങ്ങനെ ഉണ്ടാകുന്നു, ചിന്തകളുടെ ലോകത്ത് വലിയ വിപ്ലവങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു, ചിന്തകളുടെ ശക്തി എന്താണ്, വികാരങ്ങളുടെ ശക്തി എന്താണ്, ഇമോഷൻസ് എങ്ങനെ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നു പഠിക്കണം. ചെറുപ്പം മുതലേ നമ്മൾ അനുഭവിച്ച കുറെ ഇമോഷണൽ ബ്ലോക്കുകളുടെ പാരമ്പര്യമായ എന്താണ് പാരന്റിങ്ങിൽ എന്ന് അല്ലെ. ഇക്കാലം അത്രയും നമ്മൾ നിയന്ത്രിക്കുന്ന ഇത്തരം ബ്ലോക്കുകളെ, ഇമോഷണൽ ബ്ലോക്കുകളെ നമ്മൾ മനസ്സിലാക്കി അതിനെ ക്ലിയർ ചെയ്ത് അതിനെ നമ്മൾ ഹീൽ ചെയ്തെടുക്കുമ്പോൾ ലൈഫ് മാറുന്നത്, ജീവിതം മാറി മറിയുന്നത് അങ്ങനെയാണ്. 2014 എന്റെ ലൈഫ് മാറി മറിഞ്ഞത് അവിടെയാണ്. 2014 സെപ്റ്റംബറാണ്. ഒരുപാട് കാലമായി തേടി നടക്കുന്ന ഉള്ളിൽ വേദനയുണ്ടായിരുന്നു. ഈ വേദനക്ക് 10 വർഷം മുന്നേ അല്ലെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടുകയാണ്. ഇതേപോലെ ആരോ എന്നെ വിളിച്ചൊരു ഫ്രീസ് വെബിനാർ, അന്ന് ഈ ഓൺലൈൻ ക്ലാസ് ഒന്നുമില്ല, എന്റെ സുഹൃത്ത് എന്നെ പിടിച്ചു കൊണ്ടുപോയതാണ്. അവിടെ ഇരുന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഉള്ളിന്റെ ഉള്ളിലെ ഈ വേദനകളെ ഹീൽ ചെയ്ത ഈ പ്രശ്നങ്ങളെ, സ്ട്രെസ്സിനെ മാറ്റാൻ കഴിഞ്ഞാൽ സകല പ്രശ്നങ്ങളും മാറുമെന്ന തിരിച്ചറിവുണ്ടായി. അതെ, അവിടെയാണ് ഞാൻ ആദ്യമായി പരിചയപ്പെട്ട മനോഹരമായുള്ള, അതുവരെ ഞാൻ കേൾക്കാത്ത പുതിയ പ്രയോഗം, ആ ഒരു ടേം നമ്മൾ കേൾക്കുന്നത് EFT എന്നുള്ള എന്റെ ജീവിതത്തെ മാറ്റിമറിച്ച 3 അക്ഷരങ്ങൾ, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി എന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഇത് ലോകത്ത് ഒരുപാട് ആളുകളെ ജീവിതത്തെ എന്റെ ഈ സ്കില്ല് കൊണ്ട്, എനിക്ക് ദൈവം തമ്പുരാൻ തന്ന സംസാരിക്കാനുള്ള സ്കില്ല് കൊണ്ട് ലോകത്ത് ഒരുപാട് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുമെന്നുള്ള ഒരു കോൺഫിഡൻസ് എന്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തു. ഞാൻ അതാ ചെയ്തത്. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ ഉള്ളിലുള്ള ബ്ലോക്കുകളെ പൊട്ടിച്ചറിഞ്ഞ് പൂർണ്ണമായുള്ള ഫ്രീഡം ആഗ്രഹിക്കുന്നുണ്ടോ? കുറെ ആളുകൾ നമ്മൾ കോഴ്സ് ചെയ്തതാണ്, നല്ല റിസൾട്ട് ഉണ്ടാക്കിയവരാണ്. ഓക്കെ, കൺഗ്രാജുലേഷൻ. റിസൾട്ട് ഉണ്ടാക്കിയവരെല്ലാ ആളുകളും എന്റെ സന്തോഷം, കൺഗ്രാജുലേഷൻ ഒരിക്കലും അറിയിക്കുകയാണ്. ഇനിയും കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ളത്,
കമോൺ. നമ്മുടെ അടുത്ത മൈൻഡ് മാസ്റ്ററി ബാച്ച് ഈ വരുന്ന 30-ാം തീയതി ആരംഭിക്കുകയാണ്. ഒരാൾ ചോദിക്കാൻ, സാറേ ഇതെന്തുകൊണ്ട് ഞങ്ങളോട് നേരത്തെ പറഞ്ഞില്ല? ഞാൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്, സാർ എവിടെയായിരുന്നു ഇത്രയും കാലം? ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ രാവിലെ വരുന്നുണ്ട്, ഇങ്ങനെ തൊണ്ടയിട്ട് അലറുന്നുണ്ട്, വരൂ മക്കളെ വരൂ, EFT വരൂ. നേരത്തെ പറയണം. ഇനി വീട്ടിൽ പറയാൻ പറ്റുമോ? വീട്ടിൽ പറഞ്ഞൊന്നും പറ്റൂല. ഇങ്ങനെ ഞാൻ പറയും, രാവിലെ ഈ കുത്തിയിരുന്ന് പറയും. അപ്പൊ എന്ത് ചെയ്യാൻ, നിങ്ങളുടെ ലൈഫിന് വേണ്ടി എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത്രത്തോളം വാല്യുബിൾ ആയുള്ള വേറെ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവില്ല, ഞാൻ ഉറപ്പ് തരികയാണ്. ഇനി ഞാൻ സംസാരിക്കുന്നില്ല. എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഞാനെങ്കിലൊക്കെ അതാ നമ്മുടെ ഡീറ്റെയിൽ കാണാം, പോസ്റ്ററും അതുപോലെ ടെക്സ്റ്റ് ഒക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക്. യെസ്, അപ്പൊ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളോടൊക്കെ പറയാനുള്ളത്, ആലോചിച്ചിരിക്കണ്ട, ഉടൻ ജോയിൻ ചെയ്തോളൂ. അടുത്ത ബാച്ചാക്കി അങ്ങനെ അടുത്ത ബാച്ചാക്കി സാറേ എന്റെ 2 കൊല്ലം പോയി, 2 കൊല്ലം പോയി എന്ന് പറഞ്ഞ ആൾക്കാർ അവരെ കൂട്ടത്തിൽ കൂടാൻ. ഇവിടെ ആറ്റിറ്റ്യൂഡ് സ്കില്ല് നോളജ് ഞാൻ പറഞ്ഞല്ലോ. ആസ്കിന്റെ ആറ്റിറ്റ്യൂഡ് എ, സ്കില്ല് എസ്, കെ, നോളജ് ഞാൻ പറഞ്ഞു. നോളജ് ക്ലിയർ. ഓക്കെ, സോ ആരാ സംസാരിക്കുന്നത്? പറഞ്ഞോളൂ കേട്ടോ. കമോൺ, ആരും സംസാരിക്കുന്നുണ്ടോ? Sir, ആ, good morning, sir. Good morning. Happy morning. ഹാപ്പി മോർണിംഗ്. എന്താ സർ, സൂപ്പർ ക്ലാസ്, എക്സലൻസ്, കൺഗ്രാചുലേഷൻസ്. എന്താ പറയാ, ഭയങ്കര സാറ് ഒരു നിമിത്തം മാത്രമാണ്. ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ആൾക്കാർക്ക് എന്താ പറയാ, ഉള്ളിന്റെ ഉള്ളിൽ നിന്നൊരു ജീവിതം, നല്ല ഒരു എങ്ങനെയാണ് ഇപ്പൊ പറയേണ്ടത് ചിത്രം. കൺഗ്രാചുലേഷൻസ് സർ. താങ്ക് യു സോ മച്ച്. സാറ് 2014 തെളിഞ്ഞതെങ്കിൽ ഞാനൊക്കെ 24 എൻ്റെ അത്രയോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നല്ല ഒരു ക്ലാസ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, യെസ്, അടുത്ത ആൾ പറയൂ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് ഫൗസിയ. ബാച്ചിലെ ഫൗസിയ മുനീർ സാറേ. ഒരുപാട് എന്താ പറയാ വാക്കുകൾ കിട്ടുന്നില്ല. അത്രയും അടിപൊളി ക്ലാസ് ആണ് സാറിന്റെ ഓരോ ക്ലാസ്സുകളും. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളാണ്. സാർ അതിൽ പറഞ്ഞല്ലോ, വിഷമായിട്ട് ഓരോരുത്തരുണ്ടാവും എങ്ങനെ കഴിവുകളെ ഉണർത്തി കൊണ്ടുപോവാൻ പറ്റുക എന്ന്. അപ്പൊ ആ ഒരു വിഷമത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാന്. കുറേ ആയി എന്റെ കഴിവ് എങ്ങനെ, ഞാൻ എവിടെ, എങ്ങനെ എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു സമയത്ത് ഒരു മിറാക്കിള് പോലെയാണ് EFT എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. എന്നോട് ഒരാൾ പറഞ്ഞിട്ടോ ഒരു വീഡിയോ കണ്ടിട്ടോ ഒന്നുമല്ല ഞാൻ ഇതിലേക്ക് വന്നത്. ഒരു മിറാക്കിൾ എനിക്കിതിലേക്ക് വരാൻ കിട്ടി. അങ്ങനെ ഞാൻ ഇതിലേക്ക് വന്നു. ഇതിൽ വന്നതിന് ശേഷം എന്റെ കഴിവുകളെ എനിക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ എനിക്ക് കഴിയുന്നുണ്ട്. അൽഹംദുലില്ലാ. അത്രയും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അത്രയും EFTയോട് ഒരുപാട് നന്ദിയുണ്ട്, സാറിനോടും. കാരണം എനിക്കുള്ള കഴിവിനെ ഞാൻ എവിടെ പ്രയോഗിക്കണം, ഒരു നല്ലൊരു വാക്ക് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇതിനു മുന്നേ എവിടെയെങ്കിലും എത്തിയിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴാ തോന്നുന്നത്. EFTയിൽ വന്ന് സാറ് ചെയ്യണം, നന്നായി ക്ലാസ് എടുക്കാൻ പറ്റും, ആ ഒരു വാക്ക് അതെനിക്ക് നല്ല രീതിയിൽ തന്നെ എന്റെ ബ്രെയിനിലേക്ക് കയറി. അതിലൂടെയാണ് എനിക്കിപ്പം കുട്ടികൾക്ക് ക്ലാസ് നല്ല അടിപൊളിയായി കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മളെ 31 ബാച്ചിലുള്ളവരും നമ്മളെ മറ്റുള്ള ബാച്ചിലുള്ളവരൊക്കെ കയറുന്നുണ്ട്. ഇപ്പോ ഞാൻ 4:30 ആവുമ്പോ മെഡിറ്റേഷനും പ്രാക്ടീസും ഒക്കെ കൊടുക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് ആ ഫീലിങ്സോട് കൂടെ കൊടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. സാറിന്റെ ഒരു പ്രാർത്ഥനയും. എന്നോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ഇത് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, എനിക്കിത് അറിയില്ല, ഞാൻ അത് പഠിച്ചിട്ട് പോലുമില്ല. അപ്പൊ EFT വന്ന് ഞാൻ പഠിച്ചു. പക്ഷെ സാറിന്റെ ഒരു വാക്കും പ്രാർത്ഥനയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ പടച്ച റബ്ബിന്റെ ഒരു അനുഗ്രഹവും അതെല്ലാം കൂടെ എനിക്ക് കിട്ടിയപ്പോ അൽഹംദുലില്ലാ, എത്ര നന്ദി പറഞ്ഞാലും മതിയാവണില്ല സാറേ. അത്രയും നല്ല. കൺഗ്രാറ്റുലേഷൻ ഫൗസിയ, വലിയ സന്തോഷം സാറേ. ഓക്കെ, യെസ് പറയൂ.
Hi, sir. Good morning. ഗുഡ് മോർണിംഗ് അനീഷ. Good morning to all. Thank you, Almighty. ഒരുപാട് നല്ല സൂപ്പർ ക്ലാസ് ആയിരുന്നു സാർ. അമേസിങ്. എനിക്കൊന്നും പറയാനില്ല സാർ. അത്രത്തോളം സാറിന്റെ ക്ലാസ് കേട്ടാൽ ആരാണ് ഇതിലേക്ക് വരാത്തത്? ആ ഒരൊറ്റ തോട്ടാണ് എനിക്കിപ്പോ. സത്യം. സാറിന്റെ ക്ലാസ് കേട്ടാൽ ആരും ഇതിനകത്തേക്ക് വരാതിരിക്കില്ല. ഒരുപാട് പേരിലേക്ക് സാറ് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് സാർ ആഗ്രഹിച്ച ഒരു ലെവലിലേക്ക് സാർ എത്തിച്ചേരാൻ സാറിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഞങ്ങൾ എല്ലാവരും സാറിനോടൊപ്പമുണ്ട്. എനിക്ക് എൻ്റെ മരണം വരെ ഞാൻ ഈ ഒരു ഫാമിലിയിൽ എനിക്ക് ഉണ്ടാവണം എന്നാണ് ഏറ്റവും വലിയ എൻ്റെ ആഗ്രഹം. താങ്ക് യു സാർ. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അത്രത്തോളം മാറ്റങ്ങളാണ്, ലൈഫിന്റെ ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ ആണ് ഇവിടെ നടന്നത്. താങ്ക് യു സാർ. എല്ലാവരും ഇതിലേക്ക് വരിക. തീർച്ചയായിട്ടും ഞങ്ങളുടെ അനുഭവങ്ങളാണ് ഞങ്ങൾ ഇവിടെ ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. സാറിന്റെ അടുത്തേക്ക് എല്ലാവരും വരട്ടെ. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ ലെവലിലേക്കും നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഞാൻ ആത്മാർത്ഥതയോടുകൂടി മനസ്സറിഞ്ഞ് പറയുകയാണ്. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. Thank you so much, Anisha, for sharing. Okay. ഇനി ആരാണ്? ഹലോ, Hi. ഗുഡ് മോർണിംഗ് സാർ. Good morning. ഒരുപാട് ഞാൻ മോർണിംഗ് ക്ലാസ്സിൽ തന്നെ വന്ന് പറയണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമാണ്. എന്താ വെച്ചാൽ ഇതിൽ ജോയിൻ ചെയ്യാതെ കേൾക്കണ ഒരു മോർണിംഗ് ക്ലാസ്സിലായിരിക്കുമല്ലോ അധികം. അതുകൊണ്ടാണ് ATC പറയാതെ ഇവിടെ തന്നെ പറയണത്. ഞാൻ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് വന്നതാണ്. പക്ഷെ ഒരു 2-3 മാസം ജോയിൻ ചെയ്ത് 2-3 മാസം എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റി. പക്ഷെ പിന്നീട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് EFT ഞാൻ വരാന് ഇതാണ് കാരണം. ഈ പ്രശ്നങ്ങളൊക്കെ എനിക്ക് സോൾവ് ചെയ്യണം. പഠിച്ചവനെ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനുള്ള ഒരു വഴി കാണിക്കണം. ഈ പ്രശ്നങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഇത്രയും വലിയ പ്രശ്നങ്ങളുടെ നടുവിലാണ് ഞാൻ ജീവിക്കണത് എന്നുള്ളത് എനിക്ക് അറിയേ ഉണ്ടായിരുന്നില്ലായിരുന്നു. അപ്പൊ EFT വന്നതിന് ശേഷമാണ് എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അത് എനിക്ക് സോൾവ് ചെയ്യാനുള്ള ഒരു വഴി ആയിട്ട് ആദ്യം തന്നെ എനിക്ക് അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ EFT വന്നത് എന്ന് തോന്നുന്നു. അത്രയും വലിയ ഇപ്പൊ ഓരോന്നായിട്ട് നമ്മളൊക്കെ എന്താണോ എന്തെങ്കിലും ആഗ്രഹിച്ചാല് അതിനുള്ള വഴി നമുക്ക് ഇങ്ങോട്ട് വരും. അതാണ് ഈ EFT ഒരു ഗുണം. ആരെങ്കിലും പൈസ ചെലവാക്കാൻ മടിച്ചിട്ട് ഇതിൽ കയറാതിരിക്കരുത്. പൈസ ചെലവാക്കുകയാണെങ്കിൽ അത് ജീവിതത്തിൽ ഹാപ്പിനെസ്സിനും വിജയത്തിനും വേണ്ടി ചെലവാക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു എല്ലാവരോടും. Thank you. റെയിൽവേ സ്റ്റേഷനിലാണ്, അതാണ് വേഗം. Okay, very good, very good. നല്ല ഹാപ്പി ജേണി അടിപൊളിയാണ്. ഓക്കെ, യെസ് പറയൂ ഐഷുദ്ധ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. സാറിന്റെ ഈ ക്ലാസ് കേൾക്കാത്തവർക്കൊക്കെ നഷ്ടമായി. എത്രത്തോളം നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഞാൻ അടുക്കള ജോലിയിലായിട്ട് പോലും അതിന്റെ ഇടയ്ക്ക് കുറച്ചൊക്കെ എഴുതിയെടുത്തു. എന്റെ ജീവിതത്തെ വളരെയധികം ഞാൻ EFT ചേർന്നതോടുകൂടി 3/4 ഭാഗം ക്ലിയർ ആയിട്ടുണ്ട്. ലേശോടെ ക്ലിയർ ആയാൽ മതി. സാറ് പറഞ്ഞ പോലെ 100-ൽ 100 ആക്കാം എല്ലാവരും EFT വന്നാല്. നമ്മുടെ ചിന്തകളാണ്, നമ്മുടെ ചിന്തകൾ, എന്റെ ചിന്തകളെല്ലാം മാഞ്ഞു. ഇപ്പൊ എനിക്ക് ചിന്തയേ ഇല്ല. ചിന്തയുണ്ടെങ്കിലും ഒരു വസ്തുവിടെ വരും, അതിലൂടെ അങ്ങ് വിടും. ഇപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് മുഴുവൻ പോസിറ്റീവ് എനർജി മാത്രാണ്. അപ്പൊ എന്റെ മോനും അതേമാതിരി ആയിക്കൊണ്ടിരിക്കുന്നു. സാറൊന്ന് വിഷ്വൽ ചെയ്യണം എന്റെ മോനെ പൂർണ്ണമായിട്ട് മാറാൻ. എന്നാൽ എന്റെ കുടുംബ ഫാമിലി മൊത്തം ഹാപ്പിയായി. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒന്നിച്ചാണ് ചെയ്യുന്നത്. പ്രാർത്ഥനകളും ഭക്ഷണ കാര്യങ്ങളും, മക്കളോട് പോകുന്ന സമയത്തും വരുന്ന സമയത്തും ഒക്കെ എങ്ങോട്ടാണ് പോകുന്നത്, എപ്പോൾ വരും എന്നുള്ള എല്ലാ തോട്ടും. അതുപോലെ തന്നെ EFT എല്ലാവരും ഇതിലേക്ക് വരണം. വന്നിട്ട് നമ്മുടെ ശരീരത്തെ ഇഹലോകത്തേക്ക് മാത്രമല്ലല്ലോ, നമുക്ക് പരലോകത്തേക്ക് കൂടി ഉപകരിക്കുന്ന, ഇവിടെ 1% ഉള്ളൂ, അത് തന്നെ ഇഷ്ടമാതിരി ഉണ്ട് കരുണ. അപ്പോൾ നമുക്ക് അവിടെ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും, എനിക്ക് ഇതിൽ വന്നത് തന്നെ മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. സാറിനും കുടുംബത്തിനും EFT എല്ലാ മെമ്പേഴ്സിനും എല്ലാവർക്കും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണ്. നമ്മുടെ കുടുംബം മുഴുവൻ, ഈ സമൂഹം മുഴുവൻ നന്നാക്കിയെടുക്കാനുള്ള EFT നമുക്ക് കഴിയണം. എന്റെ കുടുംബത്തിൽ എല്ലാവർക്കും നമുക്ക് ആരോഗ്യവും ആയുസ്സും ഹാപ്പി ആകട്ടെ. എല്ലാവരും നമ്മുടെ EFT എല്ലാവർക്കും ശാന്തിയും സമാധാനം ഒഴുകട്ടെ. സോ ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് എന്ന ഈ ഇത് മാത്രമേ എനിക്കുള്ളൂ. എന്റെ മനസ്സ് ശാന്തമാണ്. ഒരു കറ പോലെ പുള്ളിക്കുത്ത് പോലെ എനിക്കില്ല. ചെറിയ പ്രശ്നങ്ങളൊക്കെ ആരോടോ എന്നോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ ഫോർഗീവ്നെസ് ആക്കി അവരെ കണ്ടുമുട്ടി സംസാരിച്ച് എല്ലാം തീർത്തിട്ടുണ്ട്. എനിക്ക് ഒരു ഹജ്ജ് ഉംറയെ പോകാനുള്ള ആഗ്രഹം കൂടെ ഇനി ഉള്ളൂ. അല്ലാത്തല്ല, 2 ആൺകുട്ടികൾ കല്യാണം കഴിക്കാനുമുണ്ട്. മോളെ കെട്ടിച്ച് സുഖമായി ജീവിക്കുന്നു. ഹസ്ബൻഡ് വന്നത് കൊണ്ടാണ്, ഈ യൂട്യൂബിൽ കണ്ടിട്ടാണ് ഞാനും കൂടെ ഇതിലെ കൊണ്ടുവന്നത്.
അപ്പോൾ മോനെയും കൊണ്ടുവന്നു. മോൻ പോരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ പോരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മോനും പോന്നു. അത് എന്തോ ദൈവത്തിന്റെ അനുഗ്രഹത്താലായിരിക്കും. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. ഗ്രാറ്റിറ്റ്യൂഡ്, അങ്ങേയറ്റത്തെ ഗ്രാറ്റിറ്റ്യൂഡ് സാറിനും കുടുംബത്തിനും UFT ഫാമിലിക്കും എല്ലാം ഞാൻ നേരുന്നു. ഈ അഡ്വാൻസിന് പോകാൻ കഴിയുന്നവർ, പൈസയുള്ളവരായാലും അതിന് സൗകര്യമുള്ളവർ അതിന് പോവുക. ഞാൻ മീറ്റപ്പിന് ഏതായാലും അടുത്ത പ്രാവശ്യം ഉണ്ടാവും. സാറിനെ നേരിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്നു. നാളെ കടവിലെ അന്നും കണ്ടിട്ടുണ്ട് സാറിന്റെ. അത് എപ്പോഴും എന്റെ മനസ്സിലാണ്. ഒരു ദിവസം ഞാൻ സ്വപ്നം വരെ കണ്ടു സാറിന്. സാറിന് ഹാപ്പി ആയിരിക്കട്ടെ. സോ ഹാപ്പി, സോ ഹാപ്പി. താങ്ക് Thank യു. you, Aishita. Thank you. സൗമ്യ സംസാരിക്കുന്ന സൗമ്യ. നസീമ, സൗമ്യ. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ഞാൻ ഒരുപാട് പ്രശ്നങ്ങളായിട്ടാണ് EFTയിലേക്ക് കടന്നു വന്നത്. ഒരു ദിവസം പോലും എനിക്ക് ചിരിക്കാൻ കഴിയുമായിരുന്നില്ല. ഇപ്പൊ ഞാൻ ഫുൾ ടൈം ചിരിയാണ്. ജോലിക്ക് പോകുമ്പോൾ, വണ്ടി ഓടിക്കുമ്പോൾ വരെ ഞാൻ പുഞ്ചിരിക്കുക. പക്ഷെ മറ്റുള്ളവര് കണ്ടു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും വിചാരിച്ചു നോക്കണ്ട്. പിന്നെ ഞാൻ ചുണ്ടൊക്കെ ഒരു ഇതൊക്കെ ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ എനിക്ക് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ളത്, എനിക്ക് എന്റെ മോളുടെ കാര്യം എടുത്തിട്ടാണ് ഞാൻ കൂടുതൽ EFTയിലേക്ക് വന്നത്. ഒരുപാട് വർഷമായിട്ട് ഇത് നമുക്കിപ്പോ 13 വയസ്സായി. അപ്പൊ ഞാൻ കുഞ്ഞിലേ തൊട്ട് എന്റെ ഡ്രോമ കാരണം കൊണ്ട് ഞാൻ അവളെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. ഒരു സ്നേഹം കൊടുക്കാനോ അവരുടെ ചിരി കാണാനോ ഒന്നും എനിക്ക് കഴിഞ്ഞിരുന്നില്ല. പക്ഷെ ഞാൻ എന്റെ മോളിനോട് പറയാണ്, ഇങ്ങനത്തെ ഒരു അമ്മേനെ കിട്ടിയത് എനിക്ക് ഭാഗ്യമായി എന്ന് പറയാ. ഇന്നലെ മോൾ എന്നോട് പറഞ്ഞു, അമ്മ എന്നെ വഴക്ക് പറയാത്തോണ്ട് എനിക്ക് എന്താ പോലെ തോന്നാ. എനിക്ക് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് സാറേ. എനിക്ക് പറഞ്ഞിരിക്കാൻ പറ്റില്ല. എനിക്ക് ഒരുപാട് വർഷത്തെ ഒരു ബ്ലോക്കാണ് പൊട്ടിയത്. എന്റെ അമ്മയുടെ വയറ്റിൽ ഞാൻ കിടക്കുമ്പോൾ ഉള്ള ഒരു പേടി കാരണം കൊണ്ടാണ് ഞാൻ അത് കണ്ടെത്തി, എന്റെ PC ആയിട്ട് കണക്ട് ചെയ്ത് അത് കണ്ടെത്തി, അത് ബ്ലോക്ക് പൊട്ടി. എനിക്ക് എന്റെ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോ തന്നെ എനിക്കത് കിട്ടിയ ഡ്രോമയാണ് കഴിഞ്ഞ ദിവസം അത് പൊട്ടിപ്പോയത്. എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും, എനിക്ക് സാറിനോട് നന്ദി പറഞ്ഞാലും മതിയാവില്ല സാറേ. താങ്ക് യു സാർ. അഡ്വാൻസ് ചെയ്തിരുന്നോ? ചെയ്തില്ല, ആഗ്രഹമുണ്ട് ചെയ്യണത്. അല്ല, വയറ്റിൽ കിടക്കുന്ന ട്രോമ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞതാണ്. അത് റീബർത്തിൽ നമ്മൾ കൊടുക്കുന്ന സാധനമാണ്. എനിവേ കൺഗ്രാജുലേഷൻ. കുഴപ്പമില്ല, അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. ഞാൻ തേടി കണ്ടുപിടിച്ചത് എന്താണ്, എനിക്ക് ഓർഗനൈസ് എനിക്ക് പൂർത്തിയാക്കാൻ പറ്റുണ്ടായില്ല മോളോട്. അത് എന്താന്ന് കണ്ടുപിടിച്ച് PC ബബിത മാം എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും മാമിനോട് പറഞ്ഞ് മനസ്സിലാവില്ല. തീർച്ചയായിട്ടും സന്തോഷം കേട്ടാ. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, നസീമ പറയുന്നോ? ടൈം ഒരുപാടായിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നസീമ പറയുന്നോ? ഇനി ഹാൻഡ് റൈസ് ചെയ്യരുത്, അടുത്ത ദിവസം പറയാം ബാക്കി. ടൈം കുറെ മുന്നോട്ട് പോകുന്നു. ATC ഉണ്ട് അല്ലേ? ഹലോ സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. EFTയില് വന്നാലാണ് ലൈഫ് കിട്ടിയതെന്ന് പറയാ. ശരിക്കും പറഞ്ഞാല് ഇപ്പൊ എനിക്ക് ഫാമിലി കിട്ടി, ലൈഫ് കിട്ടി, ഫുൾ ഹാപ്പിയാണ്, സന്തോഷത്തിൽ ജീവിക്കണം. ഒരുപാട് നന്ദി. ഈ 10 മാസം കൊണ്ട് ഞാൻ ഇപ്പോഴാണ് ജീവിച്ചു തുടങ്ങുന്നത്. ഞാൻ ഒരുപാട് നന്ദി. അൽഹംദുലില്ലാ, അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിപ്പെടാൻ കഴിഞ്ഞല്ലോ. ഞാൻ എപ്പോഴും ഞാൻ സ്തുതിക്കാറുണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്താൻ കഴിഞ്ഞത്. ഒരുപാട് നന്ദിയുണ്ട്. എന്റെ ഹസ്ബൻഡിന് രാത്രി തീരെ ഉറക്കം കിട്ടാതെ ഒരു 2 മണിയൊക്കെ ഇങ്ങോട്ട് ആവുമ്പോ ഇങ്ങനെ ശ്വാസം ഇങ്ങനെ വലിച്ചെടുക്കും. എന്നിട്ട് എണീറ്റ് നിൽക്കും ശ്വാസം കിട്ടാതെ. അങ്ങനെയും ബുദ്ധിമുട്ടായോണ്ട് അപ്പൊ അടുത്ത് കിടക്കുമ്പോ എനിക്ക് ഭയങ്കര വിഷമം. റബ്ബേ, എന്ന് ശരിക്കും ഉറങ്ങിയിരുന്നെങ്കിലും ഞാൻ വിചാരിക്കും. എന്താണ് രാത്രി 2 മണിയാകുമ്പോൾ ഞാൻ വെള്ളം എടുത്ത് കൊടുക്കും, എന്നിട്ട് ബാക്ക് ഉഴിഞ്ഞു കൊടുക്കുക, അങ്ങനെ ഉഴിഞ്ഞ് അങ്ങോട്ട് ഓർക്കല. അപ്പൊ ഇപ്പൊ ഇതൊക്കെ മാറി. ഞാൻ ഒരാളെ അടുത്തില്ലാതെ തീരെ കിടക്കാൻ കഴിയൂല. എന്തെങ്കിലും ഒരു കാര്യം ഫേസ് ചെയ്യാൻ കഴിയൂല. അതൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത് എനിക്കറിയാം. അപ്പോത്തിന് വീട്ടിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ മതി, അപ്പോത്തിന് ആകെ ഡൗൺ ആവും. പിന്നെ അന്നത്തെ ദിവസം മൊത്തം കൊളാവും. അപ്പൊ ഈ ഒരു രാത്രിയത്തെ വിഷയം എനിക്ക് ഭയങ്കര അലട്ടിയിരുന്നു. മക്കളൊക്കെ അറിയുമ്പോ അധികമല്ല. എന്നിട്ട് ഞാൻ വേറെ റൂമിലായാണ്ട് അങ്ങനെ ഈ രാത്രി ഈ ഒരു വിഷയം വരുമ്പോ വെള്ളം കൊടുക്കൊണ്ടും അങ്ങനൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ഫുൾ ഹാപ്പിയാണ്. സത്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ലൈഫ് തിരിച്ചു കിട്ടിയ ഒരു സന്തോഷമാണ്. അതായത് ഇപ്പൊ ഫുൾ മാനേജ് ചെയ്യാൻ കഴിയുന്നു സാറേ, ഫുള്ള് മാനേജ് ചെയ്യാൻ കഴിയുന്നു. ഇപ്പൊ ഈ ഒരു കോഴ്സിക്ക് വന്നാലാണ് അത് വീണ്ടെടുക്കാൻ കഴിഞ്ഞത്. ഒരുപാട് നന്ദി. ഗ്രേറ്റ്. കൺഗ്രാജുലേഷൻ. വലിയ സന്തോഷം. മംതാസ് അതിന്റെ പേടാ.
അപ്പൊ എല്ലാവരോടും ഒരിക്കൽ വേണ്ടി സന്തോഷവും സ്നേഹം അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. എല്ലാവരും ഉഷാറായിട്ട് വീണ്ടും എന്ത് ചെയ്യുക, ലൈവായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വരിക. ആരെങ്കിലും നമ്മൾ ഈ കോഴ്സിൽ കണക്ട് ചെയ്യാൻ ഇനി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വൈകണ്ട, ഈ നമ്പർ ഇവിടെ ഉണ്ട്, കണക്ട് ചെയ്യാൻ. നമ്മളെ ടീമുമായി ബന്ധപ്പെട്ട ആരെങ്കിലും നിങ്ങളിപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ പേഴ്സണലി കണക്ട് ചെയ്ത ആളുകൾക്ക് ഉണ്ടാവാം. ആരാണോ നിങ്ങൾ മോർണിംഗ് ക്ലാസ് പരിചയപ്പെടുത്തിയത് അവരോടൊക്കെ എനിക്ക് ചോദിക്കാം. ഫസ്റ്റ് ക്ലാസ്സിനെ കുറിച്ച്, അഡ്മിഷൻ എടുക്കുന്നതിനെ കുറിച്ചൊക്കെ ചോദിക്കാം. പരമാവധി ആളുകൾ മുന്നോട്ട് വരിക, നമുക്ക് ഒരുമിച്ച് വളരാം. Grow together. Have a great day. Thank you so much. See you later. Thank you, sir. Thank you so much. Thank you so much. Thank you, sir. Thank you, sir. Thank you so much. Thank you, sir. Thank you. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir. Everybody is very